നമസ്കാരം. കേഡന്റെ വാക്കുകൾ കേട്ട ഡസ്റ്റിൻ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി കേഡനെയും അതുപോലെ സേവ്യരെയും മാറി മാറി ഒന്ന് നോക്കിയതിനു ശേഷം കേഡനോടായി ചോദിച്ചു, പക്ഷെ കേഡൻ മറേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഡസ്റ്റിൻ എന്റെ മകളെ ചികിത്സിച്ച് അവളുടെ അസുഖം ഭേദമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഞാൻ ആ ചെക്കിന്റെ രൂപത്തിൽ ഇപ്പൊ പ്രകടിപ്പിക്കുന്നത്. സാർ, എനിക്ക് ചെക്കെന്ന് വേണ്ട സാർ, എനിക്ക് ഗോസ്രാബറി മതി. പെട്ടെന്ന് തന്നെ ഡസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അത് കേട്ടതും കേഡൻ മറേ പറഞ്ഞു, ഡസ്റ്റിൻ, എനിക്ക് ഗോസ്രാബറി ഡസ്റ്റിന് തരാൻ പറ്റില്ല. സാർ, അതെന്താ? ഡസ്റ്റിൻ, ഈ ഗോസ്രാബറി മരുന്ന് ഉണ്ടാക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കൂടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഡസ്റ്റിൻ റൈസിന് ഒരു ക്ലാസ് എടുക്കുമ്പോഴാണ് കേഡൻ മറേ ആ കാര്യം പറഞ്ഞത്. കേഡൻ മറയുടെ ആ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് ഡസ്റ്റിൻ ചോദിച്ചു, അതിന്? ഡസ്റ്റിൻ, അതുകൊണ്ട് ഞാൻ അത് ഒരാൾക്ക് കൊടുത്തു. ആർക്ക്? ഡസ്റ്റിൻ, പേടിക്കണ്ട, വേറെ ആക്കുമല്ല, എനിക്കാ നൽകിയത്. മറുപടി പറഞ്ഞത് സേവിയറാണ്. സേവിയർ ഫ്രോസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിന്റെ കണ്ണുകൾ സേവിയർ ഫ്രോസ്റ്റിന്റെ കയ്യിലിരിക്കുന്ന ആ ചെറിയ തടിപ്പെട്ടിയിലേക്ക് മാറി. തടിപ്പെട്ടിയിലേക്ക് ഡസ്റ്റിൻ നോക്കുന്നുണ്ടതും സേവിയർ ഫ്രോസ്റ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് തന്നെയാണ് സാധനം. ഇത് ഗോസ്രാബറിയാണ്. ഈ ഗോസ്രാബറി എനിക്ക് ശരിക്കും ഉപയോഗപ്പെടും. അതുകൊണ്ട് അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഞാനങ്ങ് വാങ്ങിച്ചത്. സേവിയർ ഫ്രോസ്റ്റ് പറയുന്ന കാര്യം ശരിയാണ് എന്ന അർത്ഥത്തിൽ കേഡൻ മറയും തല അനക്കിപ്പോ ഡസ്റ്റിൻ കേഡൻ മറയോട് പറഞ്ഞു, മിസ്റ്റർ കേഡൻ മറേ, നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് കുടുംബത്തിലെ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ അല്ലേ? നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയൊക്കെ ഇല്ലേ? നിങ്ങളുടെ ഈ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേര് കളഞ്ഞു കുടിക്കില്ലേ? നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്? കേഡൻ മറയുടെ ആ പ്രവൃത്തി മറേ കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് ഡസ്റ്റിൻ പറഞ്ഞതും കേഡൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അതിനെ കുറിച്ചൊന്നും ഇപ്പോ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എനിക്കെന്തായാലും ഈ ഗോസ്രാബറി നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. പക്ഷെ കേഡൻ മറേ, നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയാൽ ഗോസ്രാബറി എനിക്ക് തരാമെന്നല്ലേ? ഇപ്പൊ നിങ്ങൾ വാക്ക് മാറുകയാണ്. ഇത് നന്ദികേടല്ലേ? ശരിക്കും മോശം പരിപാടിയല്ലേ? ഇത് ആരെങ്കിലും കേട്ടല്ലേ എന്ത് വിചാരിക്കും? മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ എന്നെ മാന്യതയൊന്നും പഠിപ്പിക്കണ്ട. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഒരു ശരിയേ ഉള്ളൂ. ആ ശരി ഞാൻ ചെയ്തതാണ്. കേഡൻ മറേ അങ്ങനെ തീർത്തു പറഞ്ഞതും സേവിയർ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ശരിക്കും വല്ലാതെ അജിറ്റേറ്റഡ് ആവുകയാണ്. അതിനൊന്നും കാര്യമില്ല. നോക്ക്, ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഈ ഗോസ്രാബറി ലഭിക്കുകയാണെങ്കിൽ എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. ഡസ്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ എനിക്കാണ് ഇത് ഉപയോഗപ്പെടുക. ദയവായി സാഹചര്യം മനസ്സിലാക്കുക. സേവിയർ ഫ്രോസ്റ്റ് ഒരു ഇടനിലക്കാരന്റെ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായി. അങ്ങനെയാണ് സേവിയറുടെ സംഭാഷണം കേട്ടപ്പോ സേവിയറിനെ കുറിച്ച് ഡസ്റ്റിനുണ്ടായ ഇമേജ്. ഡസ്റ്റിൻ സേവിയർ നോക്കിയിട്ട് കേഡനോടായി പറഞ്ഞു, ഞാനേ അവസാനമായി ചോദിക്കുകയാണ്, ഗോസ്രാബറി എനിക്ക് നൽകില്ലേ? ഡസ്റ്റിൻ, ഞാൻ തീർത്തു പറഞ്ഞു ഗോസ്രാബറി ഡസ്റ്റിൻ നൽകില്ലെന്ന്. ഡസ്റ്റിൻ, എത്ര പെട്ടെന്ന് ഈ ചെക്ക് വാങ്ങിച്ച സ്ഥലം വിട്. കേഡൻ മറയുടെയും അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സേവിയറിന്റെയും പെരുമാറ്റവും സംഭാഷണവും ഡസ്റ്റിനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുകയാണ്. ആ ദേഷ്യം ഡസ്റ്റിൻ ഒളിച്ചു പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരോട് സംസാരിക്കുന്നത്. ഡസ്റ്റിൻ കേഡനോട് ചോദിച്ചു, മിസ്റ്റർ കേഡൻ മറേ, എനിക്ക് നൽകിയ വാക്ക് നിങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേഡൻ മറേ ഡസ്റ്റിന് കൊടുത്ത വാക്ക് കേഡൻ മറേ പാലിക്കാതിരുന്നാൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഡസ്റ്റിൻ പറഞ്ഞത്. ഡസ്റ്റിൻ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം കേഡനും സൈനസിനും ആദ്യമൊന്നും മനസ്സിലായില്ല. അവർ മുഖത്തോടോ നോക്കിയതിനു ശേഷം ഡസ്റ്റിനോട് ചോദിച്ചു, അല്ല, നീ എന്തായി ഉദ്ദേശിക്കുന്നത്? നീ ഞങ്ങളോട് കയ്യങ്കളിക്ക് വരുമെന്നാണോ? അതോ നീ ബലാത്കാരമായിട്ട് ഈ ഗോസ്രാബറി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നാണോ? കേഡന്റെ ആ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ കേഡനോട് പറഞ്ഞു, എനിക്ക് നൽകിയ വാക്ക് നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ എനിക്ക് എന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഡസ്റ്റിനെ വിളിച്ചു വരുത്തി ഷീലയുടെ ചികിത്സയ്ക്ക് ഡസ്റ്റിൻ ചുമതലപ്പെടുത്തിയത് കേഡൻ തന്നെയാണ്. ഡസ്റ്റിൻ ഷീലയെ ചികിത്സിച്ചു തുടങ്ങിയപ്പോഴാണ് സാക്ഷാൽ മാൽക്കൺ ഷെയ്ൻ വന്നത്. മാൽക്കൺ ഷെയ്ൻ ഡസ്റ്റിനേക്കാൾ മെഡിക്കൽ മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് മാൽക്കൺ ഷെയ്ൻ അവിടെ എത്തി ഷീലയുടെ ചികിത്സ ഏറ്റെടുത്തപ്പോ ഡസ്റ്റിൻ സ്വാഭാവികമായിട്ട് പിന്മാറിയതാണ്. മാൽക്കൺ ഷെയ്ൻ തോറ്റതിന് ശേഷം ഡസ്റ്റിനെ കേഡനും കേഡന്റെ ഭാര്യ ലിലിയും നിർബന്ധിച്ച് ഷീല ചികിത്സിപ്പിച്ചതാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും ഡസ്റ്റിന് വാക്ക് കൊടുത്തതാണ്, ഷീലയെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ ഡസ്റ്റിന് ആ ഗോസ്രാബറി കൊടുക്കാമെന്ന്. ഇപ്പോ ആ വാക്കിൽ നിന്ന് കേഡൻ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. പിന്മാറിയെന്ന് മാത്രമല്ല, അവരുടെ ആക്ടിവിറ്റിയെ കേഡനും അതുപോലെ സേവിയറും ന്യായീകരിക്കുകയുമാണ്. അതുകൊണ്ടാണ് ഡസ്റ്റിൻ ചിലപ്പോ ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന ശൈലി സംസാരിച്ചത്. ഡസ്റ്റിൻ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന ശൈലി സംസാരിച്ചത് കേട്ടതും കേഡൻ സേവിയറോട് പറഞ്ഞു, സേവിയർ, ഇനി ഒന്നും നോക്കാനില്ല. കേഡൻ പറഞ്ഞതിന്റെ അർത്ഥം സേവിയറിന് മനസ്സിലായി.
പെട്ടെന്ന് സേവിയർ അയാളുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ നോക്കി. ആ ഗുണ്ടകൾക്ക് കഥ മനസ്സിലായി. അവർ മുന്നോട്ട് നടന്നു തുടങ്ങിയതും കേഡൻ സേവിയറോട് പറഞ്ഞു, അവന്റെ കൈയും കാലും കെട്ടി റോഡി എടുത്ത് ഇട്ടാ മതി, കൊല്ലണ്ട. ഡസ്റ്റൻ റൈസിനെ ഒന്ന് തല്ലി കൈയും കാലും കെട്ടി റോഡി ഇടുക, അതാണ് കേഡൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അതുപോലെ തന്നെ സൈലസ് അയാളുടെ ടീമിലേക്ക് പാസ് ചെയ്യുകയാണ്. കേട്ടല്ലോ, അവന്റെ കൈയും കാലും കെട്ടുക, അവൻ തടസ്സം പിടിക്കുകയാണെങ്കിൽ കൈയും കാലും അടിച്ചോടിച്ചേക്ക്, പക്ഷെ കൊല്ലണ്ടാട്ടോ, എടുത്ത് റോഡി ഇട്ടേക്ക്. ഡസ്റ്റൻ റൈസിനെ കൈയും കാലും കെട്ടി റോഡി ഇടാനുള്ള ഉത്തരവാ കൊടുത്തത്. എന്തെങ്കിലും കാരണവശാൽ ഡസ്റ്റൻ റൈസ് തടസ്സം പിടിക്കുകയാണെങ്കിൽ കൈയും കാലും അടിച്ചോടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർദ്ദേശമാണ്. കേഡൻ മൊറയും സേവിയറും പുറകിൽ കൈകെട്ടി ആ ഗുണ്ടകൾ ഡസ്റ്റിന്റെ അടുത്തേക്ക് നീങ്ങുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഡസ്റ്റിനെ അവർ പന്ത് പോലെ തട്ടിക്കളിക്കുന്ന കാണാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നത്. ആ സമയത്ത് ഗുണ്ടകൾ ഡസ്റ്റിന് നേരെ വന്നതും ഡസ്റ്റിനും ഒന്ന് മുന്നോട്ട് നീങ്ങി. അത്രയും ഗുണ്ടകൾ സാധാരണഗതിയിൽ ഒരാളെ നേരിടാൻ വരുമ്പോൾ അയാൾ തിരിഞ്ഞു ഓടാനാണ് സാധ്യത. ആ സാധ്യത മുന്നിൽ കണ്ട സേവിയറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഡസ്റ്റിൻ ഗുണ്ടകളുടെ നേരെ വരുന്നത്. ഇവൻ എന്താ വട്ടായും? അങ്ങനെ ചിന്ത സേവിയുടെ മനസ്സിലേക്ക് വന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിന്റെ കൈ ആദ്യത്തെ ഗുണ്ടയുടെ പുറത്തു പതിഞ്ഞു. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സേവിയറുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗുണ്ടകളും താഴെ കിടപ്പുണ്ട്. ആ ഗുണ്ടകൾക്ക് അവരുടെ ശരീരത്തിൽ കൂടം കൊണ്ട് ആരെ ഇടിച്ചതുപോലുള്ള ഒരു ഫീലാണ് അനുഭവപ്പെട്ടത്. ചിലരൊക്കെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ വയറിൽ ചവിട്ട് കിട്ടി താഴെ കിടക്കുകയാണ്, ചിലരുടെയൊക്കെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഡസ്റ്റിൻ മുന്നോട്ടൊന്ന് പാഞ്ഞു കയറിയപ്പോ കൈയാണോ കാലാണോ വയറാണോ തലയാണോ ഒന്നും നോക്കിയില്ല, കിട്ടുന്നിടത്തൊക്കെ വെച്ച് അടിക്കുകയാണ്. വലത് കൈ കൊണ്ട് അടിക്കുകയും ഇടത് കൈ കൊണ്ട് ഇടിക്കുകയും കാലുയർത്തി ചവിട്ടുകയൊക്കെ ചെയ്യുന്നത് ഒരേ വേഗത്തിലാണ്. നിമിഷ നേരം കൊണ്ട് ഏകദേശം 10ഓളം ഗുണ്ടകൾ താഴെ വീണ് കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് അത്രയും ഡസ്റ്റിൻ എടുത്തോളൂ. ഈ കാഴ്ച സ്വാഭാവികമായിട്ട് കേഡൻ മറയെയും അതുപോലെ സേവിയറെയും തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. ഡസ്റ്റിന്റെ ആ പ്രകടനം കണ്ടതും സേവിയർ ഒന്ന് ചിരിച്ചു. ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് സേവിയറിന്റെ ആ ചിരി. ഹലോ, കൊള്ളാം ഡസ്റ്റിൻ, ഞാൻ ഒരിക്കലും നിനക്ക് ഇതുവരെ ഫൈറ്റ് അറിയാമെന്ന് കരുതിയതല്ല. നീ ഒരു അസാധ്യ പോരാളി കൂടിയാണല്ലോ. നീ ഒരു ഡോക്ടർ മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഞാൻ കുറെ നാളായി എന്റെ കൈയൊക്കെ ഒന്ന് അനക്കിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് സേവിയർ ഒരു കൈ കൊണ്ട് അയാളുടെ കോട്ട് അഴിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ലില്ലിയും ഷീലയും ക്ലാഡിയും ഓടി വന്നു. ലില്ലിയുടെയും ഷീലയുടെയും കണ്ണിൽ പെടാതെ ഡസ്റ്റിനെ ഒതുക്കാൻ വേണ്ടിയാണ് ഷീല കിടന്ന മുറിയിൽ നിന്ന് ഒത്തിരി മാറിയുള്ള ആ ലോഞ്ചിലേക്ക് ഡസ്റ്റിനെ കൊണ്ടിരുത്താൻ ക്ലോഡിയയ്ക്ക് നേരത്തെ കേഡൻ നിർദ്ദേശം കൊടുത്തത്. ഷീലയോ ലിലിയോ കാര്യങ്ങൾ അറിയരുതെന്ന് കേഡന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതാ അപ്രതീക്ഷിതമായി ഷീലയും ലിലിയും ആ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മുറിയിലേക്ക് കടന്നു വന്ന ആ നിമിഷത്ത് തന്നെ ലിലി ഉറക്കെ കേഡനോടും സേവിയറോടും ചോദിക്കട്ടെ, എന്താ ഇത്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലിലി അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ആ മുറിയിൽ കുറെ ആളുകൾ തറയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുന്ന ചിലരെങ്കിലും പുറത്തുനിന്ന് രക്തം ഇറ്റിട്ട് വീഴുന്നുണ്ട്. കൈയൊടിഞ്ഞും കാലൊടിഞ്ഞുമായിട്ട് അവിടെ കിടക്കുന്ന ആളുകൾ ആ മറേ കുടുംബത്തിന് അറിയാവുന്ന ആളുകളാണ്. സേവിയറിന്റെ ഫ്രോസ്റ്റ് കുടുംബത്തിലെ ഫൈറ്റേഴ്സാണ്. ആ ആളുകൾ അങ്ങനെ പരിക്കുപറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു സംഘടന നടന്നു എന്നാണ്. ആരുമായിട്ടാണ് ആ ഫൈറ്റേഴ്സ് സംഘടനത്തിൽ ഏർപ്പെട്ടത്? ആ ചോദ്യമാണ് ഷീലയുടെയും അതുപോലെ ലില്ലിയുടെ മനസ്സിലേക്കുള്ളത്. അതുകൊണ്ടാണ് ലില്ലി പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്. ലില്ലിയുടെ ചോദ്യം കേട്ടതും കേഡൻ ലില്ലിയോട് പറഞ്ഞു, ഏയ് നിന്നാരെ ഇങ്ങോട്ട് വിളിച്ചേ, നീ അകത്തേക്ക് പോ. ഭാര്യയായ ലില്ലിയെ വിരട്ടി അകത്തേക്ക് അയക്കുവാൻ കേഡൻ പറയെ ശബ്ദമുയർത്തിയതും ഷീല ഓടി അവളുടെ അച്ഛന്റെ മുന്നിലെത്തി. അച്ഛാ, എന്താ ഇത്? എന്നെ രക്ഷിച്ച ആളെ അച്ഛൻ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? ഇങ്ങനെയാണോ എന്നെ രക്ഷിച്ച ആളോട് പെരുമാറുന്നത്? ഇതാണോ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാന്യത? ഇതാണോ മറേ കുടുംബത്തിലെ ഹെഡിന്റെ പെരുമാറ്റം? ഷീല ഇത്രയും പറഞ്ഞപ്പോ കേഡൻ മറയെ വല്ലാണ്ടായി. കേഡൻ മറയെ ഷീലയോട് പറഞ്ഞു, മോളെ ഞാൻ അങ്ങനെ അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ അച്ഛനെ ഈ ശരീരമല്ല കണ്ടിട്ടുള്ളത്. അച്ഛനെ എനിക്ക് ശരിക്കും ബഹുമാനമാണ്. ഞാൻ എല്ലാവരോടും അച്ഛനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അച്ഛൻ അറിയാവൂ. അച്ഛൻ ഒരിക്കലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ശരിക്കും ശക്തമായി ദേഷ്യത്തോടെ ഷീല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒന്നും പറയാനാവാതെ കേഡൻ മറയും അതുപോലെ സേവിയറും അങ്ങനെ നിന്നു പോവുകയാണ്. പെട്ടെന്ന് സേവിയർ ഷീലയോട് പറഞ്ഞു, ഏയ് ഞാനും ഡസ്റ്റും തമ്മിൽ ഒരു ഗെയിം ഇങ്ങനെ കളിച്ചു നോക്കിയായിരുന്നു, വേറെ കാര്യമൊന്നുമില്ല, ഗെയിം കളിക്കായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷത്തിൽ ഷീലയുടെ അമ്മ ലില്ലി സേവിയുടെ കയ്യിൽ നിന്ന് ആ പെട്ടി ഇങ്ങ് വലിച്ചെടുത്തു. എന്നിട്ട് അവർ ആ പെട്ടി ഡസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഡസ്റ്റിൻ, സോറി കേട്ടോ, ഗോസ്രാബെറി തരാമെന്ന് ഞങ്ങൾ വാക്ക് പറഞ്ഞതാണ്, ഇതാ ഗോസ്രാബെറി. സേവിയർ ഫ്രോസ്റ്റിനോ കേഡൻ മറയ്ക്കോ ഒന്നും പറയാനും ചെയ്യാനും കഴിയാത്ത ഒരു നിമിഷമാണ്. കേഡന്റെ ഭാര്യ ലില്ലി സേവിയുടെ കയ്യിൽ നിന്ന് ബലമായി ആ പെട്ടിയെടുത്ത് ഡസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഡസ്റ്റിൻ തന്റെ കയ്യിലേക്ക് വന്ന പെട്ടിയിലൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ലില്ലിയോട് പറഞ്ഞു, താങ്ക് യു ആന്റി. ആ സമയത്ത് ഷീലയും ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. ഡോക്ടർ സാർ ക്ഷമിക്കണം, എനിക്ക് അങ്ങയുടെ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങയുടെ ഈ ശൈലിയിൽ
എന്റെ അച്ഛനും സേവ്യറും പെരുമാറിയതിൽ സത്യത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഷീലയുടെ ആത്മാർത്ഥമായ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും ഡസ്റ്റിനെ ഒന്ന് തണുപ്പിച്ചു. ഡസ്റ്റിൻ ഷീലയോടും ലിലിയോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാനായിട്ട് പോയപ്പോ പെട്ടെന്ന് ഡസ്റ്റിൻ എന്തോ ഓർമ്മ. ഡസ്റ്റിൻ തിരിഞ്ഞ് ഷീലയോട് ചോദിച്ചു, ഷീല, ആ ലോക്കറ്റ് അതെന്തിനാ അണിഞ്ഞിരിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് ക്ലൗഡിയാണ്. ഏയ് ഡസ്റ്റിൻ, അത് ഷീലയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ലോക്കറ്റാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഷീലയെ രക്ഷിക്കാൻ വേണ്ടി അണിയിച്ചിരിക്കുന്നതാണ്. ക്ലോഡിയ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഷീലയോടായി പറഞ്ഞു, ഷീല, ആ ലോക്കറ്റ് ഊരിക്കളയുന്ന നല്ലത്. എനിക്കത് അത്ര നല്ലതായി തോന്നുന്നില്ല. ഡസ്റ്റിൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലോഡിയ ഷീലയുടെ അടുത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, ഷീലയും വലിച്ചുകൊണ്ട് ക്ലോഡിയ അകത്തേക്ക് പോവുകയും ചെയ്തു. ലിലി കൂടെ പോയി. ഷീലയും ക്ലോഡിയും ലിലിയും മുറിക്കുള്ളിലേക്ക് കടന്നു പോയി കഴിഞ്ഞതും ഡസ്റ്റിൻ പടിക്കെട്ടിറങ്ങുകയാണ്. ആ സമയത്ത് ഡസ്റ്റിൻ അടുത്തേക്ക് എത്തിയ സേവ്യർ ഡസ്റ്റിനോടായി പറഞ്ഞു, ഡസ്റ്റിൻ, ഷീല വന്നത് നിന്റെ ഭാഗ്യം. സേവ്യർ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് സേവ്യറിന് നേരെ തിരിഞ്ഞിട്ട് സേവ്യറിനോടായി ഡസ്റ്റിൻ പറഞ്ഞു, അതെ അതെ, ഷീല വന്നത് ഭാഗ്യം തന്നെയാണ്, ഇല്ലെങ്കിൽ നീ ഇന്നിവിടെ അവസാനിച്ചനെ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ തിരിഞ്ഞങ്ങ് നടക്കുകയാണ്. ഡസ്റ്റിന്റെ വാചകം സേവ്യറെയും ഈ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുന്ന കേഡൻ മറയെയും വല്ലാതെ അങ്ങ് ചൊടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ ഇപ്പോ ഡസ്റ്റിനെതിരെ തിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ അവർക്കെതിരെ ഷീലയും അതുപോലെ ലിലി തിരിയും. ഷീലയെ പിണക്കാൻ കേഡന് പറ്റില്ല. ഷീല കേഡന്റെ അച്ഛൻ ക്രിസ്റ്റഫറുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചെറുമകളാണ്. ഗ്രാൻഡ് ഡോട്ടർ ഷീലയെ ക്രിസ്റ്റഫർ മറയ്ക്ക് വലിയ കാര്യമാണ്. ക്രിസ്റ്റഫർ മറയെ കേഡനെ മറേ കുടുംബത്തിന്റെ ഹെഡായി നിയമിച്ചതിന്റെ കാരണം തന്നെ ഷീലയാണ്. ഷീലയോടുള്ള ഇഷ്ടം അതാണ് മറ്റു മക്കളെ ഒഴിവാക്കി കേഡനെ മറേ കുടുംബത്തിന് തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ ക്രിസ്റ്റഫറെ പ്രേരിപ്പിച്ച ഘടകം. അത് കേഡൻ അറിയാം. അതുകൊണ്ട് തന്നെ കേഡൻ നിശബ്ദനായി പടിയിൽ ഇറങ്ങിപ്പോകുന്ന ഡസ്റ്റിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഡാലിയ നിക്കോൾസൺ വല്ലാത്ത അസ്വസ്ഥയാണ്. അവൾ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡസ്റ്റിനെ അവൾ ഡൈവേഴ്സ് ചെയ്തത് ശരിയാണോ? അതാണ് അവൾ ആലോചിക്കുന്നത്. തെറ്റായ തീരുമാനമാണ് താൻ എടുത്തെന്നുള്ള തോന്നൽ കുറെ ദിവസങ്ങളായി ഡാലിയുടെ മനസ്സിലുണ്ട്. ഡാലിയയ്ക്ക് ഹോസ്പിറ്റൽ മുറി വെച്ച് അവൾ ഡസ്റ്റിനെ തല്ലിയത് മുതൽ വല്ലാത്തൊരു പശ്ചാത്തലവും ഉണ്ട്. ഡസ്റ്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും തനിക്ക് നേടണ്ട ആ തീരുമാനത്തിലേക്ക് ഡാലിയ നിക്കോൾസൺ സാവധാനം എത്തുകയാണ്. ആ തീരുമാനത്തിലേക്ക് അവൾ എത്തും തോറും അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു ഊർജം അവൾക്ക് സ്വയം അനുഭവപ്പെടുകയാണ്. ഏകദേശം 1-1.5 ദിവസത്തെ നിരന്തരമായ ആലോചനയ്ക്ക് ശേഷമാണ് അവൾ ആ തീരുമാനം എടുത്തത്. ഡസ്റ്റിനെ ചെന്ന് കണ്ട് മാപ്പ് പറയണം. ഡസ്റ്റിനോട് നടന്ന കാര്യങ്ങൾക്കൊക്കെ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞതിന് ശേഷം ആ ഡൈവേഴ്സ് നോട്ടീസ് ഡസ്റ്റിന് മുന്നിൽ വെച്ച് കീറിക്കളയണം. വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കണം. അനവധി തീരുമാനങ്ങളാണ് കഴിഞ്ഞ 1.5 ദിവസം കൊണ്ട് ഡാലി എടുത്തത്. ഡാലിയുടെ മനസ്സിൽ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി വരുന്ന ഇതേ സമയത്ത് ഡസ്റ്റിൻ പീസ് മെഡിക്കൽ സെന്ററിൽ ഇരിക്കുകയാണ്. ഒരു പുസ്തകം വായിച്ച് ഡസ്റ്റിൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അതിഥി അങ്ങോട്ട് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നടാഷ ഹാർമൺ ആണ്. അവളുടെ ആ സിൽവർ ബെന്റ്ലി കാറിൽ നടാഷ വന്നിറങ്ങി അകത്തേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത ഊർജം ആ മുറിയിലേക്ക് പ്രസരിക്കുന്നുണ്ട്. നടാഷയെ കാണുമ്പോൾ ഒരു ഊർജം ആർക്ക് ഫീൽ ചെയ്യും. ശരിക്കും പ്രസരിപ്പുള്ള ഒരു യുവതിയാണ് നടാഷ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഇലക്ട്രിക് വൈബ്രേഷൻ നടാഷ കടന്നു വരുമ്പോൾ ആ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാവും. ആളുകളെ ഉത്സാഹഭരിതരാക്കാൻ നടാഷയ്ക്ക് ഒരു വല്ലാത്ത കപ്പാസിറ്റി ഉണ്ട്. നടാഷ അകത്തേക്ക് കയറി വന്നപ്പോൾ ഡസ്റ്റിനും ഏതാണ്ട് അങ്ങനെ തോന്നിയത്. ഡസ്റ്റിൻ കൗതുകപൂർവ്വം നടാഷ നോക്കിയതും നടാഷ ഒരു എഗ്രിമെന്റ് പേപ്പർ എടുത്ത് ഡസ്റ്റിന് മുന്നിലേക്ക് വെച്ചു. ഏയ് നടാഷ, എന്താ ഇത്? ഡസ്റ്റിൻ, ഇമ്മോർട്ടനോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ ഇമ്മോർട്ടനോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലാഭം 50-50 ആയി നമ്മൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. 50-50 ആയിട്ട് ആരുമായിട്ട്? ഡസ്റ്റിൻ 50 ഡസ്റ്റിനും 50 എനിക്കും. നടാഷ, അതൊന്നും പറ്റില്ല, എനിക്ക് പണമൊന്നും വേണ്ട. ഞാന് നടാഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നേ ഉള്ളൂ. ഡസ്റ്റിൻ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ ഇമ്മോർട്ടനോൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 50% പ്രോഫിറ്റും ഡസ്റ്റിനാണ്. ഡസ്റ്റിൻ ഇല്ലെങ്കിൽ ഇമ്മോർട്ടനോൾ ഇല്ല. നടാഷ ഹാർമൺ നിർബന്ധപൂർവ്വം അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒരു നിമിഷം നിശബ്ദമായി എന്തോ ആലോചിച്ചു. അതിനുശേഷം നടാഷയോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഓക്കെ, നടാഷയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് ചെയ്യാം. ഡസ്റ്റിൻ സമ്മതിച്ചല്ലോ? ഓക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ നടാഷ പറഞ്ഞിടത്തൊക്കെ സൈൻ ചെയ്തു. നടാഷയും സൈൻ ചെയ്തു. രണ്ടുപേരും 2 കോപ്പിയിലും സൈൻ ചെയ്തതിനു ശേഷം ഡസ്റ്റിന് ഒരു കോപ്പി നടാഷ കൊടുത്തു. അതിനുശേഷം നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഒന്ന് എണീറ്റ് നിന്നേ. നടാഷ പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ എണീറ്റ് നിൽക്കുന്ന ഡസ്റ്റിന്റെ മുന്നിൽ വന്നിട്ട് നടാഷ ഡസ്റ്റിനോടായി പറഞ്ഞു, ഡസ്റ്റിൻ ഒന്ന് കണ്ണടച്ചേ. എന്തിനാണ് നടാഷ?
ഒരു സമ്മാനം തരാനാണ്. നടാഷ അങ്ങനെ പറഞ്ഞപ്പോ നടാഷയെ കൗതുകപൂർവ്വം നോക്കിയിട്ട് ഡസ്റ്റിൻ കണ്ണടച്ചു. ഇവിടെ എന്ത് സമ്മാനമാണ് തനിക്കിനി തരാൻ പോകുന്നത്? അതിനെക്കുറിച്ചാണ് ഡസ്റ്റിൻ ആ നിമിഷം ആലോചിച്ചത്. ഡസ്റ്റിൻ നടാഷ തനിക്ക് തരാൻ പോകുന്ന സമ്മാനത്തെക്കുറിച്ച് ആലോചിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന്റെ ചുണ്ടുകളിൽ നടാഷയുടെ ചുണ്ടുകൾ പതിഞ്ഞു. നടാഷ ഡസ്റ്റിന്റെ ചുണ്ടുകളിൽ ഗാഢമായി ചുംബിക്കുകയായിരുന്നു. ശരിക്കും അപ്രതീക്ഷിതമായി നടാഷ ഡസ്റ്റിന്റെ ചുണ്ടുകളിൽ ചുംബിച്ചപ്പോ ചുണ്ടുകളിൽ ഒരു തണുപ്പ് ഡസ്റ്റിന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ചുണ്ടുകളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോ ഡസ്റ്റിൻ പെട്ടെന്ന് പുറകോട്ട് മാറാൻ നോക്കി. പുറകോട്ട് മാറാൻ ഡസ്റ്റിൻ ശ്രമിച്ചപ്പോ ഡസ്റ്റിനെ നടാഷ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അപ്രതീക്ഷിതമായി നടാഷയുടെ മുന്നിൽ ഡസ്റ്റിൻ ഇതാ കുടുങ്ങിയതുപോലെ. ഡസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായ സംഭവം. നടാഷ ഡസ്റ്റിനെ ചുംബിക്കുന്ന ആ നിമിഷത്തിൽ ഒരു ബ്ലാക്ക് മെഴ്സിഡസ് ബെൻസ് ആ പീസ് മെഡിക്കൽ സെന്ററിന്റെ ഗേറ്റിന് മുന്നിൽ വന്നു. ആ പീസ് മെഡിക്കൽ സെന്ററിലെ വാതിൽക്കിലേക്ക് അതിൽ നിന്ന് വന്ന വ്യക്തി കയറി വന്നു. ആ വ്യക്തി ആ പീസ് മെഡിക്കൽ സെന്ററിലെ തുറന്നെടുക്കുന്ന വാതിലെത്തുമ്പോൾ അവളുടെ മുന്നിൽ രസകരമായ ഒരു കാഴ്ചയുണ്ട്. നടാഷ ഹാർമൺ ഡസ്റ്റിൻ റയസിനെ ചുംബിക്കുന്ന രംഗമാണ് അവിടേക്ക് കടന്നു വന്ന ആ വ്യക്തി കണ്ടത്. നടാഷ അപ്രതീക്ഷിതമായി തന്നെ ചുംബിച്ചപ്പോ ഒന്ന് ഞെട്ടിപ്പോയ ഡസ്റ്റിൻ റയസ് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കണ്ണു തുറന്ന് നടാഷയെ ഒന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് വാതിൽക്കിൽ നിന്ന് ആളെ കണ്ടത്. ഡസ്റ്റിന്റെ കണ്ണുകൾ വാതിലിലോട്ട് തിരിയുന്നത് നടാഷയും കണ്ടു. നടാഷ ഡസ്റ്റിനെ വിട്ടിട്ട് വാതിലേക്ക് തിരിയുമ്പോൾ അവളും ആ കാഴ്ച കണ്ടു. സുന്ദരിയായ ഒരു യുവതി ആ വാതിൽ നിന്ന് റോഡിലേക്ക് നടക്കുന്നത്. ആ യുവതി അതിവേഗം അവിടെയുള്ള കാറിൽ കയറി ഓടിച്ചു പോകുന്ന രംഗമാണ് നടാഷ കണ്ടത്. ഒരു കറുത്ത ബ്ലാക്ക് മെഴ്സിഡസ് കാറാണ് പെട്ടെന്ന് അവിടുന്ന് മൂവ് ചെയ്തത്. ആ യുവതിയുടെ ബാക്ക് സൈഡ് മാത്രമാണ് നടാഷ ഹാർമൺ കണ്ടത്. നടാഷ അമ്പരപ്പോടെ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡാലിയില്ലേ അത്? അതെ ഡാലിയ. ഡസ്റ്റിൻ പ്രശ്നമാവൂ? ഡാലിയെ സാന്ത്വനിപ്പിക്കാൻ പോകുന്നില്ലേ? നടാഷ പെട്ടെന്ന് തന്നെ ചോദിച്ചതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, എന്തിന്? ഞാനും ഡാലിയയും ഡൈവേഴ്സ് ആയവരാണ്. ഇപ്പോൾ ഡാലിയ എന്റെ ആരുമല്ല. ഡസ്റ്റിൻ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറഞ്ഞതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഡസ്റ്റിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നടാഷയ്ക്ക് വ്യക്തമായ എതിരാളി ഡാലിയ നിക്കോൾസൺ ആണ്. ഇതാ ഡാലിയ നിക്കോൾസൺ നടാഷയ്ക്ക് ഒരു എതിരാളി അല്ല എന്ന് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് തന്നെ നടാഷയോട് പറയുകയാണ്. ആ പറച്ചിൽ നടാഷയ്ക്ക് ഉണ്ടാക്കിയ സന്തോഷം ശരിക്കും വർണ്ണനാതീതമാണ്. അവളുടെ ഹൃദയത്തിലേക്ക് ഒരു വല്ലാത്ത ഊർജ്ജം ഇങ്ങനെ കയറി വരികയാണ്. ആ ഊർജ്ജം സ്വാഭാവികമായിട്ടും ഏതാണ്ട് മഴവില്ലുകൾ പോലെ അവളുടെ മുഖത്ത് ഒരു പ്രസരിപ്പായി ദൃശ്യമാണ്. നടാഷ ശരിക്കും പുഞ്ചിരിയോടുകൂടി ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് കൂടി അവിടെ വന്നു. പുതുതായി ഒരു കാർ വന്നു എന്ന ശബ്ദം കേട്ടതും നടാഷയും ഡസ്റ്റിനും പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഒരു മധ്യവയസ്കൻ അകത്തേക്ക് വരുന്നത് നടാഷ കണ്ടു. ഒരു മധ്യവയസ്കനാണെങ്കിലും നല്ല ചുറുചുറുക്കൂടെയാണ് ആ വ്യക്തി അകത്തേക്ക് നടക്കുന്നത്. ആ വ്യക്തി പീസ് മെഡിക്കൽ സെന്ററിനകത്തേക്ക് നടന്നു വരുന്ന കണ്ടതും ഡസ്റ്റിൻ നടാഷയെ പാസ് ചെയ്ത് അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹലോ സാർ. ശരിക്കും ബഹുമാനപൂർവ്വമാണ് ഡസ്റ്റിൻ ആ വ്യക്തിയെ സ്വീകരിക്കാൻ ചെന്നത്. അത് കണ്ട നടാഷ കൗതുകപൂർവ്വം ആഗതനെയും ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ നടാഷയ്ക്ക് ആഗതനെ പരിചയപ്പെടുത്തി. നടാഷ, ഇതാണ് ഡോക്ടർ മാൽക്കം ഷൈൻ. ഡോക്ടർ മാൽക്കം ഷൈനെ കുറിച്ച് നടാഷ ഒരുപാട് കേട്ടിട്ടുണ്ട്. നടാഷയ്ക്ക് ഡോക്ടർ മാൽക്കം ഷൈനെ കാണണമെന്നും പരിചയപ്പെടണമെന്നും ഒരുപാട് ആഗ്രഹമുള്ളതാണ്. നടാഷ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ മേഖലയിൽ പ്രഗത്ഭരെയൊക്കെ പരിചയപ്പെടാൻ സ്വാഭാവികമായിട്ട് താല്പര്യം കാണും. ഇപ്പൊ ഇതാ അതേ മാൽക്കം ഷൈൻ ഡസ്റ്റിൻ റയസിന്റെ ആ പീസ് മെഡിക്കൽ സെന്ററിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണ് മാൽക്കം ഷൈൻ വന്നതെന്ന് മാത്രം നടാഷയ്ക്ക് മനസ്സിലായില്ല. നടാഷ സന്തോഷപൂർവ്വം മാൽക്കം ഷൈനോട് പറഞ്ഞു, സർ, ഞാൻ നടാഷ ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ CEO ആണ്. എനിക്കറിയാം നടാഷയെ, ഞാൻ കേട്ടിട്ടുണ്ട്. മാൽക്കം ഷൈൻ അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ നേരെ തിരിഞ്ഞു. ഡസ്റ്റിൻ, ഞാൻ വന്നതേ ഒരു കാര്യം ചോദിക്കാനാണ്. ഡോക്ടർ, എന്ത് കാര്യം ചോദിക്കാനാണ്? ഡസ്റ്റിൻ, അന്ന് ഷീലെ ചികിത്സിച്ചപ്പോ ഡസ്റ്റിൻ ഉപയോഗിച്ച ആ ടെക്നിക്ക് ഉണ്ടല്ലോ, ആ വണ്ടിനെ ഉപയോഗിച്ച് ഷീലയുടെ ശരീരത്തിലെ ആ തണുപ്പ് മാറ്റിയ രംഗം ഉണ്ടല്ലോ, സത്യത്തിൽ എന്റെ കണ്ണുകളിൽ നിന്ന് അത് ഇതുവരെ അങ്ങ് മാറിയിട്ടില്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ഒരുപാട് രോഗികളെ ഞാൻ പഠന വിധേയമാക്കിയ ആളാണ്. ഒരുപാട് പഠനം ഞാൻ നടത്തിയിട്ടുള്ള ആളാണ്. ഒത്തിരി ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ എന്നെ ശരിക്കും ഡസ്റ്റിന്റെ ആ കഴിവ് അമ്പരപ്പിച്ചു കളഞ്ഞു കേട്ടോ. സത്യത്തിൽ നിങ്ങളൊരു ജീനിയസ് ആണ്. പറയുന്നത് സാക്ഷാൽ മാൽക്കം ഷൈൻ ആണ്. ഈ ഡ്രാഗൺ മാർച്ച് എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർമാരിൽ ഒരാളാണ് സാക്ഷാൽ മാൽക്കം ഷൈൻ. ആ മാൽക്കം ഷൈൻ ഡസ്റ്റിൻ റയസിനെ അങ്ങനെ അടിച്ചു പോയിട്ട് പറയുമ്പോൾ ശരിക്കൊരു അഭിമാനം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നടാഷയുടെ മുഖത്തുണ്ടാവുകയാണ്. എന്നാൽ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു ജാളിതയും ചമലൊക്കെയാണ്. ഡസ്റ്റിൻ വളരെ താഴ്മയോടുകൂടി മാൽക്കം ഷൈനോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറയാതെ, അങ്ങയുടെ മുന്നിൽ ഞാൻ ആരുമല്ല.
എന്റെ ചെറിയ ചില അറിവുകൾ ഞാൻ അവിടെ ഉപയോഗിച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഡസ്റ്റിൻ, എനിക്ക് ആ കാര്യങ്ങൾ ചിലതൊക്കെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ വണ്ടും അതുപോലെ സ്പൈഡർ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇത്തരം രോഗികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എനിക്ക് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഡസ്റ്റിൻ, എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഡോക്ടർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർക്ക് ഒരു പുസ്തകം തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റൈസ് അവിടെയുള്ള ഒരു പുസ്തക അലമാരയുടെ നേരെ നടന്നു. ആ പുസ്തക അലമാരയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന ഒരു പുസ്തകവുമായിട്ടാണ് ഡസ്റ്റിൻ തിരിച്ചെത്തിയത്. ഒരു പഴക്കമുള്ള പുസ്തകമാണ്. അത് പ്രിന്റ് ചെയ്ത പുസ്തകമല്ല, കൈകൊണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഒരു കൈയെഴുത്ത് പ്രതി. ആ കൈയെഴുത്ത് പ്രതിയിൽ ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുമുണ്ട്. ഓരോ ചിത്രവും അതിന്റെ എക്സ്പ്ലനേഷനോട് കൂടി വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. രോഗങ്ങളെക്കുറിച്ചും ആ രോഗം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നും ആ രോഗത്തെ എങ്ങനെ ചികിത്സിക്കാമെന്നും അതിനാവശ്യമായ മരുന്നുകൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ടും ജീവികളെ ഉപയോഗിച്ച് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ള അനവധി അധ്യായങ്ങളുണ്ട്. ആ അധ്യായം തുറന്ന് ഡസ്റ്റിൻ മാൽക്കസ് ഷൈന്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ മാൽക്കസ് ഷൈൻ പെട്ടെന്നൊരു കസേരയിലേക്ക് ഇരുന്നു. മാൽക്കസ് ഷൈന്റെ കണ്ണുകൾ ആ നിമിഷം തന്നെ ആ അധ്യായത്തിലെ ഹെഡിങ്ങിലേക്കും അല്ല ചിത്രങ്ങളിലേക്കും അല്ല മാറ്ററിലേക്കും ഇങ്ങനെ വരികയാണ്. ഒത്തിരിയേറെ രത്നങ്ങൾ ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിനേക്കാൾ ഏറെ സന്തോഷം ഇപ്പൊ മാൽക്കസ് ഷൈന്റെ മുഖത്ത് കാണാം. ഒരു അമൂല്യമായ നിധി ഇതാ അയാൾക്ക് കിട്ടിയിരിക്കുന്നു. ആ തോന്നലാണ് അയാളുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നത്. മാൽക്കസ് ഷൈൻ ശരിക്കും സന്തോഷത്തോടുകൂടി ഓരോ പേജുകളായിട്ട് മറിക്കുകയാണ്. മാൽക്കസ് ഷൈന്റെ ആ ആകാംക്ഷയും സന്തോഷവും ഒക്കെ നടാഷ ഹാർമൺ ശരിക്കും ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. മാൽക്കസ് ഷൈൻ ആ പുസ്തകത്തിന്റെ പേജുകൾ ഒന്നൊന്നായി മറിച്ചു പോകുമ്പോൾ നടാഷ മാൽക്കസ് ഷൈനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. മാൽക്കസ് ഷൈൻ ആ പുസ്തകം മുഴുവൻ നോക്കിക്കഴിഞ്ഞതും ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ താങ്ക് യു, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാൽക്കസ് ഷൈൻ അങ്ങനെ പറഞ്ഞു നിർത്തിയതും അടുത്ത് നിൽക്കുന്ന നടാഷ മാൽക്കസ് ഷൈനോട് പറഞ്ഞു, ഡോക്ടർ മാൽക്കസ് ഷൈൻ, ഡസ്റ്റിന് നന്ദി മാത്രം പോരാ, എന്തെങ്കിലും സമ്മാനങ്ങൾ വേണ്ടി വരും. ഓ സോറി ഞാൻ അത് ഓർത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാൽക്കസ് ഷൈൻ പെട്ടെന്ന് തന്നെ അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സെറ്റ് നീഡിൽ പുറത്തെടുത്തു. അക്യുപങ്ചറിന് ഉപയോഗിക്കുന്ന നീഡിലുകളാണ്. പക്ഷെ ഈ നീഡിലുകൾ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയ നീഡിലുകളാണ്. ആ നീഡിലുകൾ കയ്യിലെടുത്തിട്ട് മാൽക്കസ് ഷൈൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇതാണ് ഗോൾഡൻ അക്യുപങ്ചർ നീഡിൽ. ഈ നീഡിൽ അപൂർവമായി മാത്രമേ നിർമ്മിക്കപ്പെടാറുള്ളൂ. ഞാനിത് ഡസ്റ്റിന് തരാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ മാൽക്കസ് ഷൈൻ പറഞ്ഞതും ഡസ്റ്റിൻ മറുപടി പറയാനായിട്ട് വാ തുറന്ന ആ നിമിഷത്തിൽ നടാഷ ആ നീഡിലുകൾ കയ്യിലെടുത്തു. നടാഷ ആ നീഡിലുകൾ പെട്ടെന്ന് മാൽക്കത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഡസ്റ്റിന് ആ നീഡിലുകൾ മാൽക്കസ് ഷൈൻ ഓഫർ ചെയ്യുമ്പോൾ ഒരു ഔപചാരികതയുടെ പേരിൽ, ഒരു ഭംഗിവാക്കിന്റെ പേരിൽ വേണ്ട എന്ന് ഡസ്റ്റിൻ പറയുമെന്ന് മാൽക്കസ് ഷൈൻ കരുതിയെങ്കിൽ അങ്ങനെ മാൽക്കസ് ഷൈന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കുമ്പോൾ നടാഷ ആ നീഡിലുകൾ അങ്ങ് വാങ്ങിച്ചു. നടാഷ മാൽക്കസ് ഷൈനോട് പറഞ്ഞു, താങ്ക് യു. ശരിക്കും ഒരു ബിസിനസ്സുകാരിയുടെ സകല ലക്ഷണങ്ങളും നടാഷ കാണിക്കുകയാണ്. കിട്ടുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി തന്നെ ബിസിനസ് നടത്തുക എന്നുള്ളത് നടാഷയുടെ രക്തത്തിൽ ഏതാണ്ട് അലിഞ്ഞു ചേർന്നത് പോലെയാണ്. സ്വിൻഡനിലെ ജനങ്ങൾ നടാഷയെ ബിസിനസ്സിലെ അയൺ ലേഡിയെന്നും അടുത്ത ജീനിയസ് എന്നൊക്കെ വിളിക്കാൻ കാരണമൊന്നും വേറെ വേണ്ട. നടാഷയെ ബിസിനസ് ആരും പഠിപ്പിക്കട്ടെ, അവളുടെ രക്തത്തിനകത്ത് ആ ബിസിനസ് ഉണ്ട്. ഡസ്റ്റിൻ കൗതുകത്തോടെ നടാഷ ആ നീഡിലുകൾ സ്വന്തമാക്കുന്നത് കണ്ടപ്പോൾ നടാഷ അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക പുറത്തെടുത്തു. ആ ടാബ്ലറ്റ് അവൾ മാൽക്കസ് ഷൈന് നേരെ നീട്ടിയിട്ട് മാൽക്കസ് ഷൈനോട് പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ ടാബ്ലറ്റ് ആണ്, അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നടാഷ ആ ടാബ്ലറ്റ് മാൽക്കസ് ഷൈന് നേരെ നീട്ടിയതും മാൽക്കസ് ഷൈൻ ആ ടാബ്ലറ്റ് വാങ്ങിച്ച് അപ്പൊ തന്നെ വായിലേക്ക് വെക്കുകയാണ്. അത് പോയിസൺ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും നോക്കാതെയാണ് മാൽക്കസ് ഷൈൻ വായിലേക്ക് വെക്കുന്നത്. മാൽക്കസ് ഷൈന് ഡസ്റ്റിനെയും അതുപോലെ നടാഷയും ശരിക്കും വിശ്വാസമുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആ രംഗം. ആ ഗുളിക മാൽക്കസ് ഷൈൻ വിഴുങ്ങുമ്പോൾ ആ ഗുളിക കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഒരു തണുപ്പ് മാൽക്കസ് ഷൈൻ അനുഭവപ്പെടുകയാണ്. ആ ഗുളിക വയറിനുള്ളിലേക്ക് വന്നതും പെട്ടെന്ന് വയറിനകത്ത് ഒരു തണുപ്പുണ്ടായി. ആ തണുപ്പ് ശരീരം മുഴുവൻ പതുക്കെ വ്യാപിച്ചു തുടങ്ങി. കൂടെ ഒരു വല്ലാത്ത ഉണർവ്, ഒരു ഇലക്ട്രിസിറ്റി ശരീരം മുഴുവൻ പാസ് ചെയ്യും പോലെ ഒരു ഫീലാണ് മാൽക്കസ് ഷൈൻ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ശരിക്കും ഒരു ഊർജം അയാളുടെ പെരുവിരൽ മുതൽ തലയുടെ ഉച്ചി വരെ എത്തിയതുപോലെയാണ് മാൽക്കസ് ഷൈൻ അനുഭവപ്പെടുന്നത്. മാൽക്കസ് ഷൈന്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നടാഷ. ഡോക്ടർ എങ്ങനെയുണ്ട്? ഏയ് നടാഷ, ഇത് ഗംഭീരമായിരിക്കുന്നു. എന്താ ഈ ടാബ്ലറ്റിന്റെ പേര്? ഡോക്ടർ, ഇതാണ് ഇമ്മോർട്ടനോൾ. നടാഷ, ഗംഭീരം. ഈ ശൈലിയൊരു മരുന്ന് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. നടാഷ, ഇതിന്റെ ടാബ്ലറ്റ് വേറെ ഉണ്ടോ? പിന്നെന്താ ഡോക്ടർ, ഉറപ്പായിട്ട് എൻ്റെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ നടാഷ 7 ടാബ്ലറ്റ് കൂടി
മാൽക്കഷന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മാൽക്കഷൻ ആ ടാബ്ലറ്റുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് നടാഷയോട് ചോദിച്ചു, നടാഷ ഇത് ആരാ ഡെവലപ്പ് ചെയ്തത്? ശരിക്കും ഒരു ജീനിയസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്, സംശയമില്ല. ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു മരുന്ന് ഞാൻ ആദ്യമായി കാണുകയാണ്. മാൽക്കഷൻ അത് പറഞ്ഞതും നടാഷ മാൽക്കഷനോട് പറഞ്ഞു, ഡോക്ടർ ഇത് ഡെവലപ്പ് ചെയ്ത ജീനിയസ് അങ്ങയുടെ തൊട്ടു മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നടാഷ അത് പറഞ്ഞതും മാൽക്കഷന്റെ കണ്ണുകൾ ഡസ്റ്റിന്റെ മുഖത്ത് പതിഞ്ഞു. ഡസൻ ശരിക്കും മാജിക്കൽ പവറുള്ള ഒരു ഡോക്ടർ ആണെന്ന് ഷീലയെ ചികിത്സിക്കുന്ന കണ്ടപ്പോ മാൽക്കഷന് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ അയാൾ കേട്ട കാര്യം അയാൾ തികച്ചും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ചികിത്സിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്ക് മരുന്ന് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. രണ്ടും രണ്ട് വ്യത്യസ്ത സ്കില്ലുകളാണ്, വ്യത്യസ്തമായ അറിവുകളാണ്. ഇതാ മരുന്ന് ഉണ്ടാക്കുന്ന കാര്യത്തിലും ഡസ്റ്റിൻ അയാളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു അസാധ്യ പ്രതിഭ. അങ്ങനെ ഡസ്റ്റിനെ മാൽക്കത്തിന് വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. മാൽക്കം അമ്പരപ്പോടെ, ശരിക്കും വാത്സല്യത്തോടെ, ബഹുമാനപൂർവ്വം ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുകയാണ് ഡസ്റ്റിൻ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഡസ്റ്റിൻ നീ ഒരു ജീനിയസ് ആണ്. ആളുകളെ പുകഴ്ത്തുന്നതിൽ ശരിക്കും ഒരു പിശുക്കനാണ് മാൽക്കഷൻ. ആ മാൽക്കഷനാണ് ഡസ്റ്റിനെ ശരിക്കും ഒന്ന് പുകഴ്ത്തുന്നത്. അത് കണ്ടതും ഡസ്റ്റിൻ മാൽക്കഷനോട് പറഞ്ഞു, ഹേയ് ഡോക്ടർ, അങ്ങനെയല്ല, ഇതെനിക്ക് യാദൃശ്യവശാൽ കിട്ടിയ ഒരു ചെറിയ കുറുപ്പടിയാണ്. ഞാനത് നടാഷയ്ക്ക് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഡസ്റ്റിൻ നോക്ക്, ഡസ്റ്റിന്റെ എളിമ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കുറുപ്പടി ഒരു മരുന്നായി മാറില്ലെന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മാൽക്കഷൻ പറഞ്ഞ ആ വാചകമാണ് ഇവിടെ ഏറ്റവും നിർണായകമായ വാചകം. ഒരു കുറുപ്പടി മരുന്നായി മാറാൻ അത്ര എളുപ്പമല്ല. നമ്മള് സാധാരണ ഇഷ്ടം പോലെ റെസിപ്പികൾ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. ആ റെസിപ്പികൾ ഒരു നല്ല ഭക്ഷണ വിഭവമായി മാറണമെങ്കിൽ ശരിക്കും ഒരു സ്കിൽ സെറ്റ് വേണം. റെസിപ്പി വെറുതെ അങ്ങ് ഭക്ഷണം ആവത്തില്ല. അതുപോലെ ഇവിടെ ഒരു പ്രിസ്ക്രിപ്ഷൻ മരുന്നായി മാറിയതിന് പിന്നിൽ അസാമാന്യമായ ചില സ്കിൽ സെറ്റുകളുണ്ട്. അത് ഡസ്റ്റിനുണ്ട്. സ്കിൽ സെറ്റ് മാത്രമല്ല, ആ മരുന്നുകളുടെ കോമ്പിനേഷനുകളെ കുറിച്ചുള്ള വ്യക്തമായ അറിവും ആ ചേരുവകൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നും ഏതൊക്കെ അളവിൽ ചേർക്കണമെന്നും ഡസ്റ്റിന് നന്നായിട്ട് അറിയാം. പ്രിസ്ക്രിപ്ഷനെ മരുന്നായി മാറ്റിയതിന്റെ പിന്നിൽ അസാധ്യമായ ഒരു ജീനിയസിന്റെ കൈയടക്കമുണ്ടെന്ന് ആ മരുന്ന് കഴിച്ച നിമിഷത്തിൽ മാൽക്കഷന് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് മാൽക്കഷൻ ഡസ്റ്റിനെ അടിച്ചു പോഴ്ത്തുന്നത്. മാൽക്കഷന്റെ സന്തോഷം കൃത്യമായി അനലൈസ് ചെയ്ത നടാഷ ഹാർമൺ മാൽക്കഷനോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളത് സഹായിച്ചൂടെ? നടാഷ പറയൂ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഡോക്ടർ, ഈ മരുന്ന് കൊള്ളാമെന്ന് അങ്ങ് പറഞ്ഞല്ലോ, ഇത് മറ്റുള്ളവരോട് പറഞ്ഞൂടെ? പിന്നെന്താ, ഞാൻ ആരോട് വേണമെങ്കിലും പറയാം. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് 2 ദിവസം കഴിയുമ്പോൾ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അങ്ങ് ആ മീറ്റിംഗിലോട്ട് വരണം. ആരെങ്കിലുമൊക്കെ അവിടെ ഈ മരുന്നിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങയുടെ അനുഭവം പങ്കുവെച്ചാൽ മതി. ഉറപ്പായിട്ടും നടാഷ ഞാൻ വരാം. പിന്നെ മറ്റെന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഡോക്ടർ, ഈ മരുന്ന് അങ്ങ് കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നന്നായി മാർക്കറ്റ് ചെയ്യും. നടാഷ ഹാർമൺ അവസാനം പറഞ്ഞ വാചകം ഒരു ബിസിനസ് റിലേറ്റഡ് വാചകമാണ്. ഈ മരുന്ന് നമുക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാം. അത് കേട്ടതും മാൽക്കഷൻ നടാഷയോട് ചോദിച്ചു, ഹേയ് നടാഷ, ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കെന്താ മെച്ചം? ഡോക്ടർ, അങ്ങക്ക് മെച്ചമുണ്ട്. അങ്ങക്ക് ഉറപ്പാണല്ലോ ഈ മരുന്ന് കൊള്ളാമെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ചികിത്സയ്ക്ക് ഈ മരുന്ന് ലഭ്യമാക്കുന്ന ജോലി ഞങ്ങളുടേതാണ്. അങ്ങക്ക് അൺഇൻട്രപ്റ്റഡ് ആയിട്ട്, തടസ്സമില്ലാതെ ഈ മരുന്ന് ഞങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങ് എവിടെയൊക്കെ പോകുന്നു അവിടേക്ക് ഈ മരുന്ന് അങ്ങേ തേടി വരും. അതുകൊണ്ട് തന്നെ അങ്ങയുടെ രോഗികൾക്ക് ഈ മരുന്ന് അങ്ങക്ക് കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഒരുപാട് രോഗികളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ അങ്ങേക്ക് ഈ മരുന്ന് സഹായകരമാകും. അങ്ങയുടെ ലക്ഷ്യം തന്നെ രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതല്ലേ, അവരുടെ അസുഖം ഭേദമാക്കുക എന്നുള്ളതല്ലേ. അതിന് ഈ മരുന്ന് അങ്ങയുടെ ഒപ്പമുള്ളത് എന്തുകൊണ്ടും നല്ലതല്ലേ. നടാഷയുടെ ആ ഓഫർ മാൽക്കഷൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾക്ക് ഇമോട്ടോണോൾ എന്ന മരുന്ന് വ്യാപകമായി ഉപയോഗിക്കാനുള്ള ഒരു കുത്തക അവകാശമാണ് നടാഷ ഹാർമൺ കൊടുത്തിരിക്കുന്നത്. നടാഷ ഹാർമന്റെ ആ ഇമോട്ടോണോൾ അയാൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാനും ഏത് ഹോസ്പിറ്റലിലും ഉപയോഗിക്കാനുമുള്ള ഒരു പെർമിഷൻ നടാഷ വഴി ഇപ്പൊ ഇതാ മാൽക്കഷന് കിട്ടുകയാണ്. മാൽക്കഷൻ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയാണ് നടാഷയോടും ഡസ്റ്റിനോടും യാത്ര പറഞ്ഞ് പിരിയുന്നത്. മാൽക്കഷൻ നടാഷയോടും ഡസ്റ്റിൻ റൈസിനോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഇതേ നിമിഷത്തിൽ മറ്റൊരു സ്ഥലത്ത് വാങ്ലിയും ക്വിനിൻ ഹാർമണും സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തിലാണ്. ക്വിനിൻ ശരിക്കും സന്തോഷത്തിലാണ്. അവൻ തൊട്ടു മുമ്പേ ലാസർ ഫ്ലെച്ചറുമായി ഒരു ബിസിനസ് സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. വാങ്ലി, ലാസർ ഫ്ലെച്ചർ നമുക്ക് എത്ര വേണമെങ്കിലും ഹെക്ടർ ന്യൂമാക്സ് തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. വാങ്ലി, ഹെക്ടർ ന്യൂമാക്സ് ഈ സ്വിൻഡൻ കീഴടക്കും. സ്വിൻഡനിൽ തുടങ്ങുന്ന ഹെക്ടർ ന്യൂമാക്സിന്റെ യാത്ര മിക്കവാറും ഈ രാജ്യം മുഴുവൻ കീഴടക്കും. രാജ്യം മാത്രമല്ല, ഈ ലോകവും കീഴടക്കും.
ക്വിന്റിൻ ഹാർമണ് ഹെക്ടർ ന്യൂമാക്സിനെ കുറിച്ച് നല്ല വിശ്വാസമായിരിക്കുകയാണ്. ഹെക്ടർ ന്യൂമാക്സിന്റെ അവിശ്വസനീയമായ ആ ശേഷി സ്വയം ക്വിന്റിന് ബോധ്യമായിരിക്കുകയാണ്. വാങ്ക്ലി, നമുക്ക് പരമാവധി ഹെക്ടർ ന്യൂമാക്സ് സ്വന്തമാക്കണം. പത്രസമ്മേളനം നടക്കും മുമ്പ് മരുന്നുകൾ വാങ്ങിച്ചു കൂട്ടിയാൽ നമ്മളായിരിക്കും സ്വിൻഡനിലെ മെയിൻ സപ്ലൈക്കാർ. സ്വിൻഡനിലെ മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകളിലും ഹോസ്പിറ്റലുകളിലും ഹെക്ടർ ന്യൂമാക്സിന് ആവശ്യം വരുമെന്ന് ക്വിന്റിനും വാങ്ക്ലിക്കും ഒരുപോലെ അറിയാം. അവരുടെ കൈവശമുള്ള റിസർവ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഹെക്ടർ ന്യൂമാക്സ് വാങ്ങിച്ചു കൂട്ടുക എന്ന ധാരണയിലേക്കാണ് ക്വിന്റിൻ എത്തിയിരിക്കുന്നത്. ക്വിന്റിൻ അങ്ങനെ പറഞ്ഞതും വാങ്ക്ലി ക്വിന്നോട് പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള പണം തികയാതെ വന്നാലും വാങ്ക്ലി കടം വാങ്ങിക്കണം, കിട്ടാവുന്ന എല്ലായിടത്തു നിന്ന് കടം വാങ്ങിക്കണം. ഒറ്റ ആഴ്ച കൊണ്ട് ആ പണം ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ ആ റേറ്റിലാണ് ഡങ്കൻ ഫ്ലെച്ചർ ഹെക്ടർ ന്യൂമാക്സ് ക്വിന്റിന് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്ന് 4-5 ലെവൽ താഴെയാണ് റീറ്റെയിൽ ഷോപ്പുകാരൻ. റീറ്റെയിൽ ഷോപ്പുകാരന് ആ സാധനങ്ങൾ നേരിട്ട് ക്വിന്റിന് എത്തിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൻ മാർജിൻ ക്വിന്റിന് കിട്ടും. ആ കാര്യം ക്വിന്റിനും വാങ്ക്ലിയും കൂടി കണക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ക്വിന്റിനും വാങ്ക്ലിയും കൂടി അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇഷ്ടംപോലെ പണം കളക്ട് ചെയ്തു. സകല പരിചയക്കാരിൽ നിന്നും പണം എടുത്ത ക്വിന്റിൻ അത് കൊടുത്ത് ഡങ്കൻ ഫ്ലെച്ചറുടെ കയ്യിൽ നിന്ന് ഹെക്ടർ ന്യൂമാക്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വിന്റിൻ വാങ്ങിച്ചു കൂട്ടുന്ന ഹെക്ടർ ന്യൂമാക്സ് അയാൾ അടുത്ത 24 മണിക്കൂറും സ്റ്റോക്ക് ചെയ്യണം. 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ടാബ്ലറ്റ് പബ്ലിക്കായി ലോഞ്ച് ചെയ്യും. അതിനുശേഷം മാത്രമേ അയാൾക്ക് സ്റ്റോറുകളിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. സ്റ്റോറിൽ ആവശ്യക്കാർ വരുമ്പോൾ ആ സാധനം സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏക ആളായി ക്വിന്റിൻ മാറണമെന്നാണ് ക്വിന്റിന്റെ ആഗ്രഹം. ക്വിന്റിനും വാങ്ക്ലിയും കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹമ്മർ കുടുംബത്തിൽ ഹമ്മറും എഡ്വിൻ ഫ്ലെച്ചറും ആകെ ത്രില്ലിലാണ്. നാളെ രാവിലെ 11 മണിക്കാണ് അവരുടെ പത്രസമ്മേളനം. സ്വിൻഡനെ എടുത്തു മറിക്കാൻ പോകുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് അവർ നടത്താൻ പോകുന്നത്. 10 കൊല്ലത്തെ ഹാർമൺ കുടുംബത്തിന്റെ ഗവേഷണ ഫലമാണ് യഥാർത്ഥത്തിൽ ഹമ്മറിന്റെ കൈവശമിരിക്കുന്ന ആ ഹെക്ടർ ന്യൂമാക്സ് എന്ന മരുന്ന്. ആ മരുന്നിന് ആളുകളുടെ ലൈഫ് സ്പാൻ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം ശരീരത്തിൽ സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന ഒട്ടുമുക്കാല അസുഖങ്ങളും ഭേദമാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശരിക്കും അമൃത് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഹമ്മർ ഫാർമസ്യൂട്ടിക്കൽസ് സ്വിൻഡനിലെ ഒരു ശക്തിയായി മാറും. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസ് ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ പിന്നെ ഹമ്മറിന്റെ മുന്നിൽ ഒന്നും അല്ലാതാകും. ഹമ്മർ ആയിരിക്കും പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക. ആ കാര്യത്തെക്കുറിച്ച് എഡ്വിൻ ഹമ്മർക്കും ലോസർ ഫ്ലെച്ചർക്കും നല്ല ഉറപ്പാണ്. നടാഷ ഹാർമണെ തറ പറ്റിച്ചതിന് ശേഷമാണ് അവർക്ക് ഡസ്റ്റിനെ നേരിടേണ്ടത്. അവർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ 11 മണി സ്വിൻഡനിലെ ഒരു ഹോട്ടലിൽ പത്രസമ്മേളനത്തിനുള്ള നടപടികളായി. രാവിലെ ഏകദേശം ഒരു 10:45 ആയപ്പോൾ ഹോട്ടലിന് പുറത്ത് ക്വിന്റിൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഡസൻ റയസും നടാഷ ഹാർമണും കൂടി അവിടെ എത്തിയത്. ആ ഹോട്ടലിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിശാലമായ കോൺഫറൻസ് ഹാളിൽ നിറയെ ആളുകൾ എത്തിയിരിക്കുകയാണ്. സ്വിൻഡൻ ടൗണിന് അകത്തും പുറത്തുമുള്ള പ്രമുഖരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. വരുന്നവരൊക്കെ ഹാളിൽ എത്തിയാൽ ഉടൻ ചെന്ന് കാണുന്നത് സാക്ഷാൽ എഡ്വിൻ ഹമ്മറെയാണ്. അതുപോലെ ലോസൺ ഫ്ലെച്ചറെയും പരിചയങ്ങൾ പുതുക്കുകയാണ്. അവരൊക്കെ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവരിൽ പലരും 1-2 ടാബ്ലറ്റ് ഹെക്ടർ ന്യൂമാക്സിന്റെ കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ എത്തിയിരിക്കുന്നത്. ഹാൾ ശരിക്കും വൈബ്രന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിവരം പറഞ്ഞിട്ട് പത്രക്കാരുടെ വൻ സംഘം എത്തിയിരിക്കുകയാണ്. അതുപോലെ TV ചാനലുകളൊക്കെ ഉണ്ട്. സ്വിൻഡനെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു പത്രസമ്മേളനമാണ് നടക്കാൻ പോകുന്നുള്ള ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. ആ സമയത്താണ് ഹാളിന് പുറത്ത് നിൽക്കുകയായിരുന്ന നടാഷ ഹാർമണും ഡസ്റ്റിനും വാഹനത്തിൽ നിന്നിറങ്ങി ആ ഭാഗത്തേക്ക് വരുന്നത് കാണുന്നത്. നടാഷ കണ്ടതും ക്വിന്റിൻ ഓടി നടാഷ അടുത്തെത്തി. ഏയ് നടാഷ, നീ എന്താ ഇവിടെ? അതെന്താ ക്വിന്റിൻ, എനിക്കിവിടെ വന്നൂടെ? അതല്ല, ഞാൻ വന്നത് എഡ്വിൻ വിളിച്ചിട്ടാണ്. നിന്നെ എഡ്വിൻ വിളിച്ചു. എഡ്വിനോ? എഡ്വിൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? നടാഷ, നീ എന്തായി പറയുന്നത്? ഇന്നലെ ഹെക്ടർ ന്യൂമാക്സ് എഡ്വിൻ ലോഞ്ച് ചെയ്തത്. ഓ അതോ, എന്നെ എന്നാലും എഡ്വിൻ വിളിച്ചില്ല. പിന്നെ എന്തിനാ നടാഷ നീ ഇവിടെ വന്നേ? ഏയ് ക്വിന്റിൻ, അങ്ങനെ എന്തിനാ ചോദിക്കുന്നേ? ഇവിടെ ഈ ഹാളിൽ മാത്രമല്ലല്ലോ പരിപാടി ഉള്ളത്, വേറെ ഹാളുകളില്ലേ? ഞാൻ വന്നത് 3ാമത്തെ ഹാളിലേക്ക് പോകാനാണ്. 3ാമത്തെ ഹാളിലേക്കോ? അവിടെ എന്താ പരിപാടി? ആ ക്വിന്റിൻ, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്, ഈ 11 മണിക്ക് തന്നെ. എഡ്വിൻ ഹമ്മർ 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ അതേ 11 മണിക്ക് 3ാമത്തെ ഹാളിൽ നടാഷ ഹാർമണും പത്രസമ്മേളനം നടത്താൻ പോവുകയാണെന്ന് നടാഷ പറഞ്ഞപ്പോൾ ക്വിന്റിന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പ് ഒരുകയാണ്. ഞെട്ടലൊന്നുമല്ല, അവൻ വല്ലാത്തൊരു മുഖഭാവത്തോടുകൂടി നടാഷ തന്നെ നോക്കുകയാണ്. നടാഷ, നീ എന്താ പറഞ്ഞേ?
ഇതേ സമയത്ത് നീ പത്രസമ്മേളനം നടത്താൻ പോകുന്നു. ക്വിന്റൻ, നിനക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ പറഞ്ഞത് രാവിലെ 11 മണിക്ക് ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ വക ഒരു പത്രസമ്മേളനം ഉണ്ടെന്നാണ്. നടാഷ, നീ എന്തായി പറയുന്നത്? നീ എന്തിനാ പത്രസമ്മേളനം നടത്തുന്നത്? ക്വിന്റൻ, അതെന്തൊരു ചോദ്യമാണ്? പത്രസമ്മേളനം നടത്തുന്നത് എന്തിനാണെന്നോ? എനിക്ക് എന്തെങ്കിലും പത്രക്കാരോട് പറയാനുണ്ടാവും, അതുകൊണ്ടല്ലേ ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. അല്ല നടാഷ, നിനക്ക് എന്താ പറയാനുള്ളത്? അത് പറയാനല്ലേ ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നത്. നീ കേൾക്കണമെങ്കിൽ അങ്ങോട്ട് വാ. പിന്നെ ക്വിന്റൻ, ഞാൻ നിന്നോട് നേരത്തെ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ്, സോറി കേട്ടോ. എന്തായാലും പത്രസമ്മേളനത്തിൽ വരണേ. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ ഹാർമൺ ഡസ്റ്റൻ റയാസിനൊപ്പം ലിഫ്റ്റിന് നേരെ നടന്നു. അവര് രണ്ടുപേരും ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നത് ശരിക്കും ഒരു അമ്പരപ്പോട് കൂടി ക്വിന്റൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടാഷ ഇത് എന്ത് പ്രമാണിച്ച ഈ പത്രസമ്മേളനം നടത്തുന്നത്? സാക്ഷാൽ എഡ്വിൻ ഹമ്മറിന്റെ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് മുകളിൽ ഒരു പത്രസമ്മേളനം നടന്നാൽ ഒരു കുഞ്ഞു പോലും ആ ഹാളിൽ ചെല്ലില്ലെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? നടാഷയ്ക്ക് ഇത് വട്ടായോ? ഹെക്ടർ ന്യൂമാക്സ് നടാഷയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നടാഷയ്ക്ക് വട്ടായതാണോ? പലതരം ചോദ്യങ്ങൾ ക്വിന്റന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ പെട്ടെന്ന് ലിഫ്റ്റിലോട്ട് നോക്കിയിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലാസൻ ഫ്ലോച്ചിന്റെ അടുത്തേക്ക് ചെന്നു. ലോസനെ കണ്ട ക്വിന്റൻ ലോസനോട് പറഞ്ഞു, മിസ്റ്റർ ലോസൺ, നടാഷ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. നടാഷ പത്രസമ്മേളനം നടത്തുന്നു. എവിടെ? എപ്പോ? ഇവിടെ ഇന്ന് രാവിലെ 11 മണിക്ക് നമ്മുടെ പത്രസമ്മേളനം നടക്കുന്ന അതേ സമയത്ത്. ക്വിന്റൻ, നിന്നോട് ആരാ ഇത് പറഞ്ഞേ? ഞാനിപ്പോ നടാഷ കണ്ടായിരുന്നു. നടാഷ മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. നടാഷ ഹാർമൺ അന്ന് രാവിലെ 11 മണിക്ക് അതേ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിൽ പത്രസമ്മേളനം നടത്തുന്നു. അതൊരു ചെറിയ വാർത്തയായി ഡെങ്കന് തോന്നിയില്ല. ഡെങ്കൻ പെട്ടെന്ന് ആ വിവരവുമായി എഡ്വിൻ അടുത്ത് ചെന്നു. എഡ്വിനോടായി പറഞ്ഞു, എഡ്വിൻ, ഒരു വിഷയമുണ്ടല്ലോ. എന്താ ലോസൺ വിഷയം? ആ നടാഷ നമ്മുടെ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്ത് ഇവിടെ 3ാമത്തെ ഹാളിൽ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ഇവിടെയോ? ഇന്നോ? ഇപ്പോഴോ? അതെ, ഇവിടെ ഇപ്പോ. അവിടെ തന്നെ പത്രസമ്മേളനം നടത്തുന്നത്? എനിക്കറിയത്തില്ല. ലോസൺ, നീ ആരെങ്കിലും അങ്ങോട്ട് അയക്ക്. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. നടാഷ ഹാർമണെ ലോസൺ ഫ്ലെച്ചർക്കും അതുപോലെ എഡ്വിൻ ഹമ്മർക്കും അറിയാം. ശരിക്കും ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് നടാഷ. നടാഷ വെറുതെ ഒന്നും ചെയ്യില്ല. അവൾ 11 മണിക്ക് പത്രസമ്മേളനം വിളിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവും. എഡ്വിൻ ഹമ്മർ നടത്തുന്ന പത്രസമ്മേളനത്തിലേക്ക് എല്ലാ പ്രമുഖർക്കും ക്ഷണമുണ്ട്. അവിടെയായിരിക്കും പത്രക്കാരെല്ലാവരും ഉണ്ടാവുക. ആ പത്രക്കാരെ നന്നായി ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും കൂടെ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പത്രക്കാരും മുകളിലത്തെ ആ പത്രസമ്മേളനം കാണാൻ പോകില്ല എന്ന് എഡ്വിന് അറിയാമെങ്കിലും എഡ്വിനും ഉള്ളിലൊരു ഭയമുണ്ട്. എന്തിനായിരിക്കാം നടാഷ അവർ തിരഞ്ഞെടുത്ത അതേ സമയത്ത് തന്നെ പത്രസമ്മേളനം നടത്തുന്നത്, അതും അതേ ബിൽഡിങ്ങിൽ വെച്ച്? ആ ചോദ്യം എഡ്വിനെയും ലോസനെയും ഒരുപോലെ അലട്ടുന്നുണ്ട്. എഡ്വിൻ ഹമ്മറും ലോസൺ ഫ്ലെച്ചറും മുകളിലത്തെ ഹാളിൽ നടക്കാൻ പോകുന്ന ആ പത്രസമ്മേളനം നിരീക്ഷിക്കാനായി ചാരന്മാരെ അറേഞ്ച് ചെയ്ത ആ സമയത്ത് നടാഷ ഹാർമണും ഡസ്റ്റൻ റയാസും മുകളിലത്തെ നിലയിലെത്തി. ആ ഹാളിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഹാർമൺ ഫാർമസ്യൂട്ടിക്കൽസിലെ ചില ജീവനക്കാരാണ് അതിനകത്തുള്ളത്. നടാഷ ഹാർമണും ഡസ്റ്റൻ റയാസും ആ ഹാളിന്റെ പുറകിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഹാളിലേക്ക് സാക്ഷാൽ ജെസ്സിക്കയും റൂത്തും കൂടി കയറി വന്നു. നടാഷ ഹാർമൺ അന്ന് രാവിലെ 11 മണിക്ക് ആ കോണ്ടിനെന്റൽ ബിൽഡിങ്ങിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്ന വിവരം ജെസ്സിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ജെസ്സിക്ക വന്നത്. ജെസ്സിക്കയ്ക്ക് മകൾ നടാഷയെ കുറിച്ച് നല്ല മതിപ്പാണ്. അവൾ ഒരു കാര്യവും വെറുതെ ചെയ്യില്ലെന്ന് ജെസ്സിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എഡ്വിൻ ഹമ്മർ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്ത് നടാഷ പത്രസമ്മേളനം നടത്തുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ജെസ്സിക്ക ആ ഹാളിനകത്തേക്ക് കയറിയത്. പക്ഷെ ഹാളിനകത്തേക്ക് കയറിയ ജെസ്സിക്കയും റൂത്ത് ഹാർമണും ഒന്നിച്ച് ഞെട്ടി. ആ ഹാളിൽ അവരുടെ ചില സ്റ്റാഫുകൾ അല്ലാതെ ആരുമില്ല. ഒരു പത്രലേഖനും അതിനകത്തില്ല. പത്രലേഖകർ ആരും തന്നെ അതിനകത്ത് എത്തിയിട്ടില്ല. അത് കണ്ട് അമ്പരന്ന് പോയ ജെസ്സിക്ക നടാഷയുടെ അടുത്തേക്ക് വന്നു. നടാഷ, എന്താ ഇത്? നീ എന്തായി കാണിച്ചു കൂട്ടുന്ന? നീ എന്താ ഒരു മന്ദബുദ്ധി പോലെ കാര്യങ്ങൾ ചെയ്യുന്നത്? നടാഷ ഹാർമൺ ബിസിനസ് മാഗ്നറ്റ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളാണ്. അവളുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു മണ്ടത്തരം ജെസ്സിക്ക പ്രതീക്ഷിച്ചിരുന്നതല്ല. ജെസ്സിക്കയുടെ ചോദ്യം കേട്ടതും നടാഷ ജെസ്സിക്കയോട് പറഞ്ഞു, അമ്മ, അതൊക്കെ ശരിയാകും. സമയമാകുമ്പോ ആളുകളൊക്കെ വരും. റൂത്ത് ഹാർമണ് അവളുടെ ചേച്ചി നടാഷയെ കുറിച്ച് വലിയ കാര്യമാണ്. നടാഷ എടുക്കുന്ന ഏത് തീരുമാനവും ശരിയായ തീരുമാനമായിരിക്കുമെന്ന് റൂത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ റൂത്ത് പോലും ഞെട്ടിയിരിക്കുകയാണ്. ആ ഹാളിൽ ആരുമില്ല. അവൾ ശബ്ദം താഴ്ത്തി നടാഷയോട് ചോദിച്ചു, ചേച്ചി, എന്താ ഇത്? ഞാൻ കരുതി ചേച്ചി ഇമോർട്ടലിന്റെ കുറച്ച് പോസ്റ്ററൊക്കെ തയ്യാറാക്കി ഇവിടെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടാവുമെന്ന്. ഇതിപ്പോ അതുപോലും ഇല്ലല്ലോ. റൂത്ത്, അതൊക്കെ വരും. നീ ജസ്റ്റ് വെയിറ്റ്.
റൂത്ത് ഹാമണ് അവളുടെ ചേച്ചി നടാഷ രഹസ്യമായി എന്തോ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയാം. അത് എന്താണെന്ന് മാത്രമാണ് റൂത്തിന് ഇതുവരെ അറിഞ്ഞുകൂടാത്തത്. റൂത്തിന് 100% ഉറപ്പാണ് ഹെക്ടർ ന്യൂമാക്സിനെ ഇമ്മോർട്ടനൂൾ തറപറ്റിക്കുമെന്ന്. പക്ഷെ തറപറ്റിക്കണമെങ്കിൽ ഇമ്മോർട്ടനൂളിനെ ആളുകൾ അറിയണ്ടേ? ഇമ്മോർട്ടനൂളിനെ അറിയിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററും ബാനറും ഒന്നും തന്നെ അവിടെ ഇല്ല. തികച്ചും ശൂന്യമായ ഒരു മുറി. കുറച്ച് സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. ഹാമൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ യൂണിഫോം ഇട്ട സ്റ്റാഫുകൾ. ജെസിക്കയും റൂത്തും അമ്പരപ്പോടുകൂടി പിന്നെയും ആ സ്റ്റേജിലേക്കും ഹാളിലേക്കും നടാഷയിലേക്കൊക്കെ മാറി മാറി നോക്കുമ്പോൾ ഒരു മധ്യവയസ്കൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. മധ്യവയസ്കനെ കണ്ട നടാഷ ജെസിക്കയോട് പറഞ്ഞു, അമ്മ ഇതാണ് ഡോക്ടർ മാൽക്കൺ ഷൈൻ. മാൽക്കൺ ഷൈനെ കുറിച്ച് ജെസിക്ക വല്ലാടനും അറിയാം. മാൽക്കൺ ഷൈനെ കുറിച്ച് അവൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. ശരിക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് മാൽക്കൺ ഷൈൻ. മാൽക്കൺ ഷൈനാണ് കടന്നു വന്നതെന്ന് കേട്ടപ്പോ ജെസിക്കയും ശരിക്കും അമ്പരപ്പ്. ജെസിക്ക അമ്പരപ്പോടുകൂടി മാൽക്കൺ ഷൈൻ അങ്ങനെ നോക്കുമ്പോ മാൽക്കൺ ഷൈൻ നടന്ന് അവിടെ അടുത്തെത്തി നടാഷയെ കടന്ന് നേരെ ഡസ്റ്റിന് അടുത്തോട്ട് വന്നു. ജെസിക്ക അമ്പരപ്പിച്ചുകൊണ്ട് മാൽക്കൺ ഷൈൻ ഡസ്റ്റിന് അടുത്തെത്തിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എനിക്ക് ചില സംശയങ്ങളുണ്ട്, എനിക്കൊന്ന് പറഞ്ഞുതരാവോ? പിന്നെന്താ ഡോക്ടർ, ഉറപ്പായും പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞതും മാൽക്കൺ ഷൈൻ തൊട്ടടുത്തുള്ള കസേരയിരുന്നു. ഡസ്റ്റിന് അതിന്റെ അടുത്തിരുന്നു. അവർ രണ്ടുപേരും രണ്ട് കസേരയിലോട്ട് മാറിയിരുന്നതും മാൽക്കൺ ഷൈൻ അയാളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം തുറന്ന് ഡസ്റ്റിനെ കാണിക്കുകയാണ്. ആ പുസ്തകം തുറന്ന് കാണിച്ചുകൊണ്ട് മാൽക്കൺ ഷൈൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ഡസ്റ്റിനെ തിരക്കി വന്നത്. ഡോക്ടർ, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞിട്ട് മാൽക്കൺ ഷൈൻ ചോദിച്ചതിനൊക്കെ ഡസ്റ്റിൻ വളരെ വിശദമായ ഉത്തരങ്ങളാണ് നൽകുന്നത്. ഡസ്റ്റിൻ മാൽക്കൺ ഷൈനോട് പറയുന്ന കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്ന ജെസിക്കയ്ക്ക് നന്നായി കേൾക്കാം. ശരിക്കും ഒരു അടിപൊളി പ്രൊഫസർ കാര്യങ്ങൾ വിശദീകരിക്കും പോലെ വളരെ സമർത്ഥമായി ഡസ്റ്റിൻ ആ രോഗങ്ങളെക്കുറിച്ചും ആ രോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ആ ലക്ഷണങ്ങൾ കണ്ടാൽ ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണമെന്നും ആ മരുന്നുകൾ എങ്ങനെയാണ് രോഗിയിൽ മാറ്റം ഉണ്ടാക്കുന്നതൊക്കെ വളരെ വളരെ വിശദമായിട്ട് തന്നെ മാൽക്കൺ ഷൈനോട് പറയുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെയും കൗതുകത്തോടെയും അതിശയത്തോടെയും ജെസിക്ക കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേ അതിശയവും അമ്പരപ്പും ഒക്കെ നടാഷയ്ക്കും ഉണ്ട്. റൂത്തും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ആ 3 പേരിൽ ഏറ്റവും അമ്പരപ്പ് സാക്ഷാൽ ജെസിക്കയ്ക്ക് തന്നെയാണ്. ജെസിക്ക ഒരിക്കലും ഡസ്റ്റിനെ ഈ ശൈലി കണ്ടിട്ടില്ല. മാൽക്കൺ ഷൈൻ എല്ലാവരും അറിയുന്ന ആളാണല്ലോ. ആ മാൽക്കൺ ഷൈൻ തന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് ഡസ്റ്റിനോടാണെന്ന് കാണുമ്പോൾ എങ്ങനെ അമ്പരക്കാതിരിക്കുക? ഡസ്റ്റിന് ഒരു സംശയം തീർത്തു കൊടുത്തതും മാൽക്കൺ ഷൈൻ അടുത്ത സംശയം എടുക്കുകയാണ്. ഒരു 4 സംശയം വളരെ ഭംഗിയായിട്ട് ഡസ്റ്റിൻ ക്ലിയർ ചെയ്ത് കൊടുത്തതും നടാഷ ഇടപെട്ടു. നടാഷ മാൽക്കൺ ഷൈനോട് പറഞ്ഞു, ഡോക്ടർ, ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഓ സോറി നടാഷ, ഞാൻ ആ കാര്യം മറന്നുപോയി. സാരമില്ല ഡോക്ടർ, ഡോക്ടർക്ക് ഡസ്റ്റിൻ സംശയങ്ങൾ പിന്നീട് തീർത്തു തരും. ഡോക്ടർ തൽക്കാലം അവിടെ ഡൈസിൽ ഇരിക്കാവൂ. പിന്നെന്താ? അങ്ങനെ പറഞ്ഞിട്ട് മാൽക്കൺ ഷൈൻ കസേരയിൽ നിന്ന് എണീറ്റ് ഡൈസിന് നേരെ നടന്നു. ഡൈസിൽ അനവധി കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിൽ ഒരു കസേരയിൽ മാൽക്കൺ ഷൈൻ വന്നിരുന്നു. മാൽക്കൺ ഷൈന്റെ കയ്യിൽ അപ്പോഴും ആ പുസ്തകമുണ്ട്. കസേരയിൽ വന്നിരുന്ന മാൽക്കൺ ഷൈൻ ആ പുസ്തകം മേശപ്പുറത്ത് നിവർത്തി വെച്ച് ആ പുസ്തകം നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് താഴെ നിന്ന് ക്വിന്റിൻ മുകളിലേക്ക് വന്നത്. മുകളിൽ നടാഷയുടെ ആ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്ന മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ക്വിന്റിൻ അങ്ങോട്ട് വന്നത്. ക്വിന്റിൻ അകത്തേക്ക് കയറി വന്നപ്പോ റൂത്തിനെ കണ്ടു. റൂത്തിനെ കണ്ടത് ക്വിന്റിൻ ചോദിച്ചു, ഏയ് റൂത്ത്, എന്താ നിങ്ങളുടെ പരിപാടി തുടങ്ങാറായില്ലേ? അത് കേട്ടതും റൂത്ത് ക്വിന്റിനോട് പറഞ്ഞു, ഏയ് കസിൻ, നീ ഇപ്പൊ വന്നത് നന്നായി. എന്താ റൂത്ത് അങ്ങനെ പറഞ്ഞേ? ഏയ് നിന്നെ കണ്ടിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. എന്താ കാര്യം റൂത്ത്? ക്വിന്റിൻ, ഈ ഹെക്ടർ ന്യൂമാക്സ് ഉണ്ടല്ലോ, അത് ഇപ്പൊ പൊളിയും. റൂത്ത്, നീ എന്തായി പറയുന്നേ? അതെ ക്വിന്റിൻ, ഞങ്ങളെ ഒരു പുതിയ മരുന്ന് ഇന്ന് അവതരിപ്പിക്കുകയാണ്. ഇമോർട്ടനൂൾ എന്നാണ് എന്റെ പേര്. ഇമോർട്ടനൂൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഹെക്ടർ ന്യൂമാക്സ് വാങ്ങില്ല. വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും വാങ്ങില്ല. റൂത്ത്, നീ എന്തായി പറയുന്നേ? ഇമ്മോർട്ടനൂളോ? നീ എന്തൊക്കെയായി പറയുന്നേ? ക്വിന്റിന് ശബ്ദം ഏതാണ്ട് കൃത്യമായി പുറത്തു വരുന്നില്ല ആ ചോദ്യം ചോദിക്കുമ്പോ. ക്വിന്റിന്റെ മുഖത്തെ അമ്പരപ്പ് ശ്രദ്ധിച്ചിട്ട് റൂത്ത് ക്വിന്റിനോട് പറഞ്ഞു, ക്വിന്റിൻ, ഹെക്ടർ ന്യൂമാക്സിനേക്കാൾ 10 മടങ്ങ് ശക്തമായ മരുന്നാണ് ഇമോർട്ടനൂൾ. അതാണ് ഞങ്ങൾ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ആരും ഹെക്ടർ ന്യൂമാക്സ് വാങ്ങില്ല. ഏയ് റൂത്ത്, അങ്ങനെ സംഭവിക്കില്ല. ക്വിന്റിൻ, നീ വല്ല ഹെക്ടർ ന്യൂമാക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ വിറ്റോ. ഞങ്ങളുടെ പത്രസമ്മേളനം തുടങ്ങുന്ന മുമ്പ് വിറ്റ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിന്റെ പണം മുഴുവൻ നഷ്ടമാകും. റൂത്ത് ഹാമൺ അങ്ങനെ പറഞ്ഞപ്പോ വിശ്വാസം വരാതെ ക്വിന്റിൻ നടാഷയുടെ അടുത്തേക്ക് ഓടിയെത്തി.
നടാഷ, റൂത്ത് പറയുന്നു നീ ഒരു പുതിയ ടാബ്ലറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു, അതിന്റെ പേര് ഇമോർട്ടനുള്ളതാണ്, അത് ഹെക്ടർ ന്യൂമാക്സിനേക്കാൾ ശക്തമാണെന്നൊക്കെ. ആ, റൂത്ത് പറഞ്ഞത് ശരിയാണ് ക്വിന്റിൻ. ഹെക്ടർ ന്യൂമാക്സിനേക്കാൾ 10 ടൈംസ് പവർഫുൾ ആണ് ഇമോർട്ടനോൾ. അതാ ഞങ്ങൾ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നീ ഹെക്ടർ ന്യൂമാക്സ് വല്ലതും വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ വിറ്റോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് വിൽക്കാൻ പറ്റില്ലെന്ന് വരും. നടാഷ ഹാർമണും അത് പറഞ്ഞപ്പോ ക്വിന്റിന് ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ സ്വബോധം വേണ്ടെടുത്തിട്ട് നടാഷയോട് പറഞ്ഞു, ഹേയ് നടാഷ, നിങ്ങൾ ചേച്ചി അനിയത്തിയും കൂടി എന്നെ ഒന്ന് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണല്ലേ. ക്വിന്റിൻ, ഞങ്ങൾ എന്തിനാ നിന്നെ കബളിപ്പിക്കണം, നീ ആ സ്റ്റേജിലേക്ക് നോക്കി. ക്വിന്റിൻ ആ സമയത്താണ് സ്റ്റേജിൽ ഇരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത്. ആ ആള് സ്റ്റേജിൽ ഒരു പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ അത് തന്നെ, അത് ഡോക്ടർ മാൽക്കം ഷൈനാണ്. ഡോക്ടർ മാൽക്കം ഷൈൻ രാജ്യത്തെ എല്ലാവരും അറിയുന്ന ആളാണ്. അദ്ദേഹം ഇതാ നടാഷ ഹാർമന്റെ പത്രസമ്മേളനത്തിലെ ഡയസിൽ ഇരിക്കുകയാണ്. ആ ചിന്ത പോലും ക്വിന്റിനിൽ ഒരു വിറയലുണ്ടാക്കി. നടാഷ ഹാർമൻ ഒരു മരുന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നെന്ന് നടാഷയും റൂത്തും പറഞ്ഞതേ ഉള്ളൂ. ആ മരുന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ മരുന്നിനെ കുറിച്ച് മാൽക്കം ഷൈൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇഫക്റ്റിനെ കുറിച്ച് പെട്ടെന്നൊരു ചിന്ത ക്വിന്റിന്റെ മനസ്സിലേക്ക് വന്നതും കുറച്ച് ശബ്ദം അവിടെ കേൾക്കുകയാണ്. കുറെ ആളുകൾ അങ്ങോട്ട് കടന്നു വന്നതാണ്. വന്നവരൊക്കെ സ്റ്റേജിലേക്ക് ചൂണ്ടി പരസ്പരം പറയുന്നുണ്ട്, അതെ ഡോക്ടർ അവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആളുകളൊക്കെ ധൃതിയിൽ ഓരോ സീറ്റുകളായിട്ട് ഇരിക്കുകയാണ്. വന്ന ആളുകളെ കണ്ട ക്വിന്റൻ ശരിക്കും ഞെട്ടി. പല യൂണിവേഴ്സിറ്റികളിലെയും പ്രൊഫസർമാരും ഡോക്ടേഴ്സും ചില ഹോസ്പിറ്റലുകളുടെ MD-മാരും ഒക്കെയാണ് വന്നിരിക്കുന്നത്. മെഡിക്കൽ മേഖലയിൽ ശരിക്കും പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് ആ വന്നിരിക്കുന്നവരൊക്കെയും. ക്വിന്റൻ അവരെ അമ്പരപ്പോടെ നോക്കുമ്പോൾ പിന്നെയും ആളുകൾ വരികയാണ്. ക്വിന്റൻ നോക്കി നിൽക്കേ ഹാളിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എല്ലാവരും മെഡിക്കൽ മേഖലയുമായി കണക്ഷനുള്ള ആളുകളാണ്. അവരൊക്കെയും ശരിക്കും ആവേശത്തോടെയാണ് അവിടേക്ക് വരുന്നത്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ നിലയിലെ പുറത്തു നിൽക്കുന്ന ഗാർഡുകൾ കാണുന്നുണ്ട്. അനവധി കാറുകൾ ആ ഹോട്ടലിന് മുന്നിലേക്ക് വരുന്നതും കാറുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നതും ആ ആളുകൾ ഒന്നാമത്തെ നിലയിലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കടക്കാതെ ലിഫ്റ്റിനടുത്ത് വന്ന് മുകളിലേക്ക് പോകുന്നത് ആ ഗാർഡുകൾ കണ്ടപ്പോൾ അവർ അക്കാര്യം അകത്തുള്ള ലോസം ഫ്ലെച്ചറെ അറിയിച്ചു. ലോസം ഫ്ലെച്ചറോട് ഗാർഡ് പറഞ്ഞ കാര്യം കേട്ടതും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ലോസം ഫ്ലെച്ചർ പുറത്തു വരുമ്പോൾ 2 കാറുകളിലായി കുറച്ച് ആളുകൾ വന്നു. സ്വിൻഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായി കണക്ട് ചെയ്ത പ്രിൻസിപ്പളും പ്രൊഫസേഴ്സും ഒക്കെയാണ് വന്നത്. ആ ആളുകളെ കണ്ടതും ലോസം ഫ്ലെച്ചർ സന്തോഷത്തോടുകൂടി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഹലോ, ഞാൻ ലോസം ഫ്ലെച്ചർ, വരിക വരിക. അങ്ങനെ പറഞ്ഞ് ലോസം ഫ്ലെച്ചർ അവരെ വിളിച്ച് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ എഡ്വിൻ ഹമ്മറുടെ ഹെക്ടർ ന്യൂമാക്സിനെ കുറിച്ചുള്ള ഹെഡിങ് കണ്ടപ്പോൾ ആ പ്രിൻസിപ്പൽ ലോസം ഫ്ലെച്ചറോട് പറഞ്ഞു, സോറി, ഞാൻ ഇവിടെ വന്നതല്ല, ഞങ്ങള് ഇമ്മോർട്ടനോളിന്റെ ലോഞ്ചിങ്ങിന് വന്നതാണ്. ഇമ്മോർട്ടനോളോ? അതെ, മുകളില് 3ാം തലയിൽ നിന്ന് അറിഞ്ഞത്, ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ? അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പളും ആ കൂടെ വന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിന് വരെ നടന്നു. ഈ കാഴ്ച ആ ഹാളിനകത്ത് ഉണ്ടായിരുന്ന പത്രക്കാരിൽ പലരും കണ്ടു. സ്വിൻഡനിലെ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അവർക്കൊക്കെ അറിയാവുന്ന ആളാണ്. ആ പ്രിൻസിപ്പളും പ്രൊഫസർമാരും ഹാളിലേക്ക് കയറിയിട്ട് പുറത്തിറങ്ങി പോകുന്നതും അവർ 3ാമത്തെ നിലയിൽ നിന്ന് പറയുന്നതൊക്കെ പത്രക്കാരിൽ ആരും കേട്ടു. അയാൾ അക്കാര്യം അടുത്തിരിക്കുന്ന പത്രക്കാരനോട് പറഞ്ഞു. ആ വാർത്ത പെട്ടെന്ന് പത്രക്കാരുടെ ഇങ്ങനെ പ്രചരിക്കുകയാണ്. 3ാമത്തെ നിലയിൽ അതിപ്രധാനമായ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നു. അങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് പത്രക്കാരുടെ ഇടയിലേക്ക് പടർന്നു. മുകളിൽ 3ാമത്തെ നിലയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നും ആ മീറ്റിംഗ് താഴെ നടക്കുന്ന മീറ്റിംഗിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണെന്നുമുള്ള ഒരു ചർച്ചയാണ് ആ ഹാളിനകത്ത് ഇരിക്കുകയായിരുന്ന പത്രക്കാരുടെ ഇടയിലേക്ക് പടർന്നത്. ആ പത്രക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരസ്പരം നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ചില പത്രക്കാർ എണീറ്റ് പുറത്തേക്ക് നടന്നു. ഒരാള് എണീറ്റ് പുറത്തേക്ക് നടന്നാൽ സ്വാഭാവികമായിട്ട് അടുത്ത ആള് പുറകെ നടക്കുമല്ലോ. അത് തന്നെ അവിടെ സംഭവിച്ചു. ഏതാനും നിമിഷം കൊണ്ട് അവിടെ ഇരുന്ന പത്രക്കാർ ഒന്നടങ്കം മുകളിലത്തെ നിലയിലേക്ക് ചെന്നു. അവർ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവര് 3ാം നിലയിൽ കാണുന്നത്. 3ാമത്തെ നില ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. മെഡിക്കൽ മേഖലയിലെ എല്ലാ പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ട്. താഴെ എഡ്വിൻ ഹമ്മർ ആണെങ്കിൽ സ്വിൻഡനിലെ പണക്കാരെ മുഴുവനാണ് വിളിച്ചു വരുത്തിയത്. പക്ഷെ ഇവിടെ നടാഷ ഹാർമൺ വിളിച്ചു വരുത്തിയിരിക്കുന്നത് മെഡിക്കൽ മേഖലയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളെയാണ്. നടാഷ യഥാർത്ഥത്തിൽ അവർ വിളിച്ചു വരുത്തിയതല്ല. നടാഷ ഹാർമൺ ഒരു വാർത്ത അവർക്കിടയിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അവരൊക്കെ എത്തിയിരിക്കുന്നത്. ആ വാർത്തയുടെ ബേസ് മാൽക്കം ഷൈനാണ്. ആ വാർത്ത എന്താണെന്ന് കറക്റ്റ് 11 മണിയായപ്പോൾ ആളുകൾ അറിയുകയാണ്. സകല സിറ്റികളിലും ആളുകൾ നിറഞ്ഞപ്പോൾ
ക്വിന്റിൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നടാഷ ഹാർമൺ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്ന ആ ഹാളിലേക്ക് ആരെങ്കിലും വരുമെന്ന് ആ നിമിഷം വരെയും ക്വിന്റിൻ കരുതിയിരുന്നതല്ല. ഇപ്പൊ ഇതാ ഹാള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ചുറ്റും ആളുകൾ നിൽക്കുകയാണ്. ഈ കാഴ്ച ജെസിക്ക ബലാഡ് റൂത്ത് ഹാർമണും കണ്ടു. ജെസിക്കയും ഏതാണ്ട് അമ്പരം നിൽക്കുകയാണ്. അവരും വിചാരിച്ചതല്ല ഈ ശൈലിയിൽ ആളുകൾ അവിടെ വന്നുകൂടുമെന്ന്. ജെസിക്ക ഇതുവരെയും ഇമ്മോർട്ടലിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. ആ ഇമ്മോർട്ടലിന്റെ നിർമ്മാണം റൂത്തും അതുപോലെ നടാഷയും മാത്രമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നടാഷ ഡൈസിലേക്ക് കയറി. നടാഷ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിലയേറിയ ദിവസമാണ്, ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ അഭിമാനമായ ഡോക്ടർ മാൽക്കം ഷെയ്ൻ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ആ മരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ഞങ്ങൾ ഫ്രീ ആയി സപ്ലൈ ചെയ്യുന്നു. അത് കഴിച്ചു നോക്കിയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. അങ്ങനെ നടാഷ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് തന്നെ നടാഷയുടെ സ്റ്റാഫ് അംഗങ്ങൾ ആ ഓഡിയൻസിനിടയിലേക്ക് ആ ടാബ്ലറ്റ് വിതരണം തുടങ്ങി. ആ ഹാളിന്റെ എല്ലാ ഭാഗത്തും വിതരണം ചെയ്യാൻ റെഡിയായിട്ട് ആ സ്റ്റാഫ് അംഗങ്ങൾ നിന്നിരുന്നു കൊണ്ട് അതിവേഗമാണ് ആ മരുന്നിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നത്. ഒരു ചെറിയ ടാബ്ലറ്റ് ആണ്. ആ ടാബ്ലറ്റ് എല്ലാവരുടെ കയ്യിലേക്ക് കിട്ടിയതും നടാഷ അവരോട് പറഞ്ഞു, ഈ ടാബ്ലറ്റ് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നടാഷ അങ്ങനെ പറഞ്ഞപ്പോ ആദ്യം ചിലർ സംശയത്തോടു കൂടി ആ ഗുളി ഒന്ന് വിഴുങ്ങി. അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റവും അവരുടെ ഒരു ഊർജ്ജസ്വലതയൊക്കെ കണ്ടപ്പോൾ ബാക്കിയുള്ളവരും പതുക്കെ ആ ഗുളികൾ വിഴുങ്ങി തുടങ്ങുകയാണ്. ക്വിന്റന്റെ കയ്യിലും ഒരു ഗുളിക കിട്ടി. ക്വിന്റനും അതൊന്ന് വിഴുങ്ങി. ആ ഗുളികകൾ ആളുകൾ എല്ലാവരും വിഴുങ്ങി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ എൻ്റർ ഹോളും ശരിക്കും നിന്ന് ജ്വലിക്കുകയാണ്. സകലർക്കും ശരിക്കും ഉന്മേഷം ഉണ്ടായതുപോലെ, എല്ലാവർക്കും സ്വയം സുന്ദരന്മാരും സുന്ദരിമാരും ആയതുപോലെ ഒരു ഫീൽ, ശരിക്കും ഒരു ആരോഗ്യം അവർക്കൊക്കെ ഫീൽ ചെയ്യാണ്. ഒരു വല്ലാത്ത ഊർജം, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം അവർക്ക് കൂടുതലുള്ള ഒരു തോന്നൽ. സകലിന്റെ മുഖത്തെ പ്രസരിപ്പ് കണ്ടതും നടാഷ അവരോട് ചോദിച്ചു, ഗുളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? മിസ് ഹാർമൺ, എക്സലന്റ് വിളിച്ചു പറഞ്ഞത് സ്വിൻഡനിലെ ആ പ്രിൻസിപ്പിളാണ്. സകലരും ആ അഭിപ്രായം ആവർത്തിക്കാണ്. എക്സലന്റ്, എക്സലന്റ്, അൺബിലീവബിൾ. നടാഷ അതിശയമായിരിക്കുന്നു. ഞാനൊരു 1,00,000 ടാബ്ലറ്റ് ഓർഡർ ചെയ്യുകയാണ്. ഒരാള് 1,00,000 ടാബ്ലറ്റ് ഓർഡർ ചെയ്യുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും അതിന് പെട്ടെന്ന് ഒരു വല്ലാത്ത റിഫ്ലക്ഷൻ ഉണ്ടാവുകയാണ്. സകല ആളുകളും ഓർഡർ ചെയ്ത് തുടങ്ങി. 1000 വേണം, 5000 വേണം, 10,000 വേണം, 1,00,000 വേണം, 2,00,000 വേണം. ഈ ശൈലിയിലുള്ള ഓർഡറുകൾ വരികയാണ്. ഈ ശബ്ദ കോലാഹലം വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയും അമ്പരപ്പോടുകൂടിയും ക്വിന്റൻ അനുഭവിക്കുകയാണ്. ഒരു നിമിഷം സ്തംഭിച്ചുപോയ ക്വിന്റൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി. അവന്റെ കയ്യിലുള്ള സ്റ്റോക്കുള്ള ആ ഹെക്ടർ ന്യൂമാക്സ് മുഴുവൻ നിമിഷ നേരം കൊണ്ട് വിറ്റഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവന് ഹെക്ടർ ന്യൂമാക്സ് വിൽക്കാൻ പറ്റില്ല. അക്കാര്യം ഇമ്മോർട്ടനോൾ കഴിച്ച ക്വിന്റന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഹെക്ടർ ന്യൂമാക്സും അവൻ കഴിച്ചതാണ്, ഇമ്മോർട്ടനോളും അവൻ കഴിച്ചതാണ്. ഇമ്മോർട്ടനോൾ ഹെക്ടർ ന്യൂമാക്സിനെ എല്ലാ ശൈലിയിലും മറികടക്കുമെന്ന് അത് രണ്ടും കഴിച്ച ക്വിന്റന് 100% ഉറപ്പാണ്. മുകളിലത്തെ ഹാളിൽ നടക്കുന്ന വിവരം ഈ സമയം കൊണ്ട് താഴെ 1ാം നിലയിൽ പലരും അറിഞ്ഞു. അവിടെ അനവധി പണക്കാരെത്തിയിട്ടുണ്ട്. ആ പണക്കാരൊക്കെ എഡ്വിൻ ഹമ്മറുടെ ഹെക്ടർ ന്യൂമാക്സ് പർച്ചേസ് ചെയ്യാൻ എത്തിയ ആളുകളാണ്. മുകളിൽ ഹെക്ടർ ന്യൂമാക്സിന്റെ 10 ടൈംസ് സ്ട്രോങ് ആയിട്ടുള്ള, കൂടുതൽ കപ്പാസിറ്റി ഉള്ള, കൂടുതൽ നല്ലതെന്ന് ആളുകളൊക്കെ സ്വയം ബോധ്യപ്പെട്ട ഒരു മരുന്ന് ഇമ്മോർട്ടനോൾ എന്ന പേരിൽ ലോഞ്ച് ചെയ്തു എന്നുള്ള വിവരം സ്വാഭാവികമായിട്ട് താഴെ പാട്ടായി. ആ പാട്ടായതിന് അതിന് ഫലമുണ്ടായി. ആ പണക്കാർ ഒന്നടങ്ങ ഹാളിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുകയാണ്. പത്രസമ്മേളനത്തിന് ശേഷം ശരിക്കും വലിയൊരു പാർട്ടി എഡ്വിൻ ഹമ്മർ അറേഞ്ച് ചെയ്തിരുന്നതാണ്. ആ പാർട്ടിയെ കുറിച്ച് പോലും ആലോചിക്കാതെ ആ ഹാളിനകത്തുണ്ടായിരുന്ന ആളുകൾ ഏതാണ്ട് മുകളിലേക്ക് ഒഴുകി തുടങ്ങിയപ്പോൾ അകത്തുണ്ടായിരുന്ന ലോസൺ ഫ്ലച്ചറും എഡ്വിൻ ഹമ്മറും ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവരുടെ ലോഞ്ചിന് അവർ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ ഇത് പൂർണ്ണമായും ഹമ്മർ കുടുംബത്തിൽ നിന്ന് മാറി ഹാർമൺ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിശയകരമായ ആ ഇമ്മോർട്ടനോളിന്റെ ലോഞ്ച് വൻ വാർത്തയായി മാറി. മാൽക്കം ഷെയ്ൻ ഇമ്മോർട്ടനോൾ ആളുകൾ കൊടുക്കുന്ന ചിത്രങ്ങളും മാൽക്കം ഷെയ്ൻ ഇമ്മോർട്ടനോളിനെ കുറിച്ച് പറയുന്ന ചിത്രങ്ങളും ഒക്കെ ചേർന്ന് പത്രങ്ങളിലും അതുപോലെ TV വാർത്തകളിലും ആ വാർത്തകൾ നിറഞ്ഞതും ഹമ്മറിന്റെ ഹെക്ടർ ന്യൂമാക്സ് 100 നിലയിൽ പൊട്ടി. ആ വാർത്തയും കൂടെയുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം ഒരു ദിവസം കഴിഞ്ഞു റൂത്ത് ഹാർമൺ ഡസ്റ്റിനോട് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ നടാഷയെ കാണാനായി നടാഷയുടെ വസതിയിലെത്തിയപ്പോഴാണ് റൂത്ത് ആ ആവശ്യം ഉന്നയിച്ചത്. റൂത്തിനെ ഡസ്റ്റിൻ ഒരു സ്ഥലം വരെ കൊണ്ടുപോകണം. അതാണ് റൂത്തിന്റെ ആവശ്യം. ഹേയ് റൂത്ത്,
ഞാൻ എന്തിനാ നിന്റെ കൂടെ വരുന്നത്? ബ്രദറല്ല, എന്റെ കൂടെ ഒന്ന് വരണം, എന്റെ ബോയ് ഫ്രണ്ടായിട്ട്. നിന്റെ ബോയ് ഫ്രണ്ടോ? ഞാനോ? ബ്രദറല്ല, എനിക്കറിയാം ചേച്ചിയുടെ ബോയ് ഫ്രണ്ടാണ് മിസ്റ്റർ അയസ് എന്ന്. പക്ഷെ ഇന്ന് എന്റെ ബോയ് ഫ്രണ്ടായിട്ട് വരണം. എനിക്ക് ചില ആളുകളുടെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. അവൾ സാധാരണ ബോഡി ഗാർഡുകൾക്കൊപ്പമാണ് ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നത്. അവർക്ക് പകരം ഡസ്റ്റിനെ ബോഡി ഗാർഡായി കൊണ്ടുപോകണം എന്ന് അവൾ ആഗ്രഹിക്കുമ്പോൾ അതിന് അവൾക്ക് അവളുടേതായ ഒരു ന്യായമുണ്ട്. ഡസ്റ്റിനെ പോലെ സുന്ദരനായ ഒരാളുമായി ആ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്കും ഒരു പരിഗണന കിട്ടും. അതാണ് അതിന്റെ ബേസ്. റൂത്ത് നിർബന്ധിച്ചപ്പോൾ ഡസ്റ്റിൻ സമ്മതിച്ചു. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ റയസും റൂത്ത് ഹാർമണും ഒരു പാർട്ടി നടക്കുന്ന പ്ലേസിലേക്ക് വന്നു. അനവധി ചെറുപ്പക്കാർ ആ ഹാളിലുണ്ട്. ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. ആ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് റൂത്ത് കയറി ഉടൻ അവളുടെ കൂട്ടുകാരി അവൾ ഉറക്കെ വിളിച്ചു, റൂത്ത് ഇങ്ങോട്ട് വാ. റൂത്ത് അവളുടെ കൂട്ടുകാരി കണ്ട് ഓടി അവളുടെ അടുത്തേക്ക് വന്നു. ഷീല എപ്പോ എത്തി? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. റൂത്തിനോട് ഷീല അങ്ങനെ പറയുമ്പോൾ ഷീലയുടെ കണ്ണുകൾ റൂത്തിന്റെ പുറകെ വരികയായിരുന്ന സാക്ഷാൽ ഡസ്റ്റിൻ റൈസിൽ പതിഞ്ഞു. ഡോക്ടർ നിങ്ങൾ ഇവിടെ? ഷീല പെട്ടെന്ന് ഡസ്റ്റിനോട് ചോദിച്ചപ്പോഴാണ് ഡസ്റ്റിൻ ഷീലയെ കാണുന്നത്. ഷീലയെ കണ്ടപ്പോ ഡസ്റ്റിന് ഒരു അതിശയം. ഡസ്റ്റിൻ റൈസെ കണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഷീല ഓടി ഡസ്റ്റിന് അടുത്തെത്തിയത്. ഡസ്റ്റിനെ കണ്ട് ഷീല ശരിക്കും ആഹ്ലാദപൂർവ്വം ഡസ്റ്റിനോട് സംസാരിക്കുമ്പോൾ റൂത്ത് കൗതുകപൂർവ്വം ഡസ്റ്റിനെയും അതുപോലെ ഷീലയും മാറി മാറി നോക്കുകയാണ്. തങ്ങളെ മാറി മാറി നോക്കുന്ന റൂത്തിനെ കണ്ട ഡസ്റ്റിൻ റൂത്തിനോട് പറഞ്ഞു, ഷീല ഇടയ്ക്ക് എന്റെ പേഷ്യന്റ് ആയിരുന്നു, അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ പരിചയം. ഷീല മറയും റൂത്ത് ഹാർമണും ക്ലാസ്മേറ്റ്സ് ആണ്. റൂത്ത് ഹാർമണും ഷീല മറയും ഡസ്റ്റിൻ റൈസും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതത്ര ഇഷ്ടമല്ലാതെ കാണുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അതിലൊരാൾ സാക്ഷാൽ ക്ലോഡിയാണ്, ഷീലയുടെ ബോഡി ഗാർഡ് കൂടിയായ ക്ലോഡിയ. ക്ലോഡിയ യഥാർത്ഥത്തിൽ ഷീലയുടെ ബോഡി ഗാർഡ് മാത്രമല്ല, അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. ക്ലോഡിയ ഡോയൽ കുടുംബത്തിലെ അംഗമാണ്. ഷീലയുടെ മറേ കുടുംബവും ക്ലോഡിയയുടെ ഡോയൽ കുടുംബവും സേവ്യറുടെ ഫ്രോസ്റ്റ് കുടുംബവും ശരിക്കും സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്ന 3 കുടുംബങ്ങളാണ്. 3 കുടുംബത്തിന്റെയും ബേസ് മിൽസ്ബർഗ് ആണ്. ആ 3 കുടുംബത്തിലെയും അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്ന ആ 3 പേർ. ഇവർക്ക് പുറമെ ഷീലയുടെ വേറെ സുഹൃത്തുക്കളും അവിടെയുണ്ട്. അതിലൊരാൾ സാക്ഷാൽ നീൽ വാഗ്നറാണ്. നീൽ വാഗ്നറിന്റെ അടുത്ത് ഒരു മഞ്ഞ ഡ്രസ് ഇട്ട ഒരു ലേഡി ഇരിപ്പുണ്ട്. അവൾ കൗതുകത്തോടെ നീൽ വാഗ്നറോട് പറഞ്ഞു, നീൽ, നീ ആ ഷീലയെ കണ്ടോ? ആ ഷീല ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടോ? ഡസ്റ്റിൻ റയാസ് അങ്ങോട്ട് കടന്നു വന്ന നിമിഷം മുതൽ നീല് ഡസ്റ്റിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡസ്റ്റിന്റെ അടുത്ത് ഷീല സംസാരിക്കുമ്പോൾ ഷീലയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ഒരു ആഹ്ലാദവും ഒക്കെ നീലിനെ പോലെ തന്നെ സേവ്യറും ശ്രദ്ധിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റിയാസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. താങ്ക് യു.